ന്യൂസിലേക്ക് സ്വാഗതം. ജന്തർ മന്ദറിൽ നിന്നുയർന്ന ശബ്ദം രാജ്യമാകെ പ്രകമ്പനം കൊള്ളുകയാണ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും മോദി സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെ സമരമുഖത്താണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ തുടങ്ങിയ പ്രക്ഷോഭം ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന് ഭയന്നിട്ടാകണം സാരോപദേശവുമായി പ്രധാനമന്ത്രി കഴിഞ്ഞ പാതിരാത്രിയിൽ ഇൻസ്റ്റാഗ്രാമിലെത്തിയത്. ഭിന്നിപ്പിച്ചും വർഗീയത വിളമ്പിയും ഇത്രകാലവും സംഘപരിവാർ തങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്ന് രാജ്യത്തെ യുവജനങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജൻസികൾ അരാഷ്ട്രീയവാദികളാണെന്ന പഴയ പരിപ്പ് ഇനി വേവില്ലെന്ന് സംഘപരിവാറുകാർക്ക് മാത്രമല്ല, തറവാടിത്തത്തിന്റെ മേനി പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. സാരോപദേശത്തിലും പച്ചനുണകളിലും രാജിയാകുന്നതല്ല രാജ്യത്തെ യുവജനങ്ങളുടെ പ്രതിഷേധ സ്വരമെന്ന് ഒരിക്കൽ കൂടി സംഘപരിവാർ ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് വാഹനത്തിന് മുന്നിൽ പതറാതെ നിന്ന റിയാഹിർ രാജ്യത്തെ ആകെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതീകമാണ്. നെറുകേടുകൾക്ക് മുന്നിൽ മുട്ടുവളക്കില്ലെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതീകം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദി മോദി ഭരണകൂടം തന്നെയാണ്. വിരൽ ചൂണ്ടപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാനെതിരെ മാത്രമല്ല, മോദിക്കും അമിത്ഷായ്ക്കും എതിരെ കൂടിയാണ്. എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അധർമ്മം പ്രധാനമെന്ന് കരുതുന്ന സംഘപരിവാർ ന്യായങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ വിലപ്പോകില്ല. പ്രധാൻ രാജിവെക്കുക, നീറ്റ് പിരിച്ചുവിടുക, സംഘപരിവാർ ചോദ്യപേപ്പർ മാഫിയ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക, രാജ്യം അതാണ് അടിയന്തരമായി ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. സ്വാഗതം ചർച്ചയിലേക്ക് 3 പേർക്കും. ആദ്യം ഗോകുൽ ഗോപിനാഥ്, ഈ പ്രക്ഷോഭം തുടങ്ങി ഏകദേശം 50-ാം ദിവസത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഇന്നലെ പാതിരാത്രി പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചില ഉപദേശങ്ങൾ രാജ്യത്തെ യുവജനങ്ങൾക്ക് നൽകിയത്. പക്ഷേ ഒരു കുഴപ്പം പറ്റി. ജന്തർ മന്ദറിലെ സമരമിരിക്കുന്നവർക്ക് ഉപദേശിക്കാനാണ് പരിപാടി തുടങ്ങിയതെങ്കിലും അവർക്ക് അത് കേൾക്കാനും കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, ദില്ലിയിൽ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയായിരുന്നുവല്ലോ. എന്താണ് ഈ സാരോപദേശം കൊണ്ട് പരിഹരിക്കാവുന്നതാണോ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ? അതിന് പരിഹാരമാകുമോ ഈ ഉപദേശങ്ങൾ കൊണ്ട്? കൃത്യമായിട്ട് ഇന്നലെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ മുഴുവൻ ജനതയെയും തൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിലിലൂടെ അഭിസംബോധന ചെയ്ത് കൃത്യമായിട്ട് എന്താണ് ഈ പറയുന്ന നിങ്ങളെല്ലാം വിവരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെയും നരേന്ദ്രമോദിജി എന്ന പ്രധാനമന്ത്രിയുടെയും കൃത്യമായ നിലപാട് നാടിനോട്, യുവതയോട്, ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട് കൃത്യമായി വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവരിക്കുക എന്നതിനപ്പുറം ഈ പറയുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഉയർന്നു വന്നിട്ടുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൃത്യമായി അതിനെ അഭിസംബോധന ചെയ്യുകയാണ് ഈ സർക്കാർ. ഒരു ഘട്ടത്തിലും ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടിൽ ഞങ്ങൾ ക്രമക്കേട് തന്നെയാണ് പറയുന്നത്, അതിനെ ന്യായീകരിക്കാൻ ഒരു കാലഘട്ടത്തിലും നരേന്ദ്രമോദി സർക്കാരോ ഭാരതീയ ജനതാ പാർട്ടിയോ മുതിർന്നിട്ടില്ല. ആ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ടെന്നും ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൽ ഈ നീറ്റ് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിക്കും ഈ അക്കാഡമിക് ഇയറിൽ തൻ്റെ അക്കാഡമിക് വർഷം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് കൃത്യമായി സംവദിച്ചത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും ആശങ്കകളോ എന്തെങ്കിലും പ്രതിസന്ധികളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെല്ലാം അതിജീവിക്കാൻ ഈ സർക്കാർ ചെറുപ്പക്കാരോടൊപ്പം വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ട് എന്നാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞത്. അതോടൊപ്പം ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷ ക്രമക്കേടുകളെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന വിദ്യാർത്ഥികളുണ്ട്. അത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് എന്താ പറയുക, ന്യായീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ആ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ജീവന് മറുപടി അല്ലെങ്കിൽ പോലും അർഹമായ എല്ലാ പരിഗണനകളും എല്ലാ സംരക്ഷണവും എല്ലാ സഹായവും ഈ ഭാരതത്തിൻ്റെ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ വർഷം മെയ്യിൽ ഈ വിഷയം ഉയർന്നു വരുമ്പോൾ തന്നെ എത്ര പെട്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓരോ ഘടകങ്ങളിലും ഓരോ പ്രശ്നങ്ങളിലും ഈ സർക്കാർ ഇടപെട്ടെന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ? അതാണ് ഗോകുൽ പറഞ്ഞതാണ്. അതിൽ അവസാനത്തെ ഭാഗമാണ് എത്ര പെട്ടെന്നാണ് ഇടപെട്ടതെന്നാണ്. എത്ര പെട്ടെന്നാണ് ഇടപെട്ടത്? എപ്പോഴാണ് ഈ വിഷയത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ അടക്കം ശ്രദ്ധ വരുന്നത്? 45 ദിവസം സോനം വാങ്ചുക്ക് അവിടെ
നിരാഹാരം കിടന്നു. അതൊക്കെ ഇപ്പോഴല്ലേ കഴിഞ്ഞ ദിവസം അതെ, കഴിഞ്ഞ ദിവസം രാത്രി എങ്ങനെയാണ് ജിതേന്ദ്രൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോകുന്നത്. ഈ പറയുന്ന പ്രതിഷേധവും ധർണക്കാരും ഒക്കെ ഈ ഇടയ്ക്ക് ഉണ്ടായ പ്രതിഭാസങ്ങളല്ലേ. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 13-ാം തീയതി ഇതിൻ്റെ വിഷയം പുറത്തു വരുന്നു. ഇതിൽ ഈ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മുന്നേ ചോദ്യപേപ്പർ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അത് കച്ചവടം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കിട്ടുന്നു. 14-ാമത്തെ ദിവസത്തിനകത്ത് 2 ആഴ്ച തികയുന്നതിന് മുമ്പ് മുഴുവൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഈ ചോദ്യപേപ്പർ മാഫിയകളെയും അറസ്റ്റ് ചെയ്ത് ഇന്ന് അവർ തുറങ്കിലാണ്. മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചടുലമായ 1 മാസത്തിനുള്ളിൽ വീണ്ടും പരീക്ഷ പ്രഖ്യാപിച്ചു. ആ പരീക്ഷ പ്രഖ്യാപിച്ച് പരീക്ഷ ഒരു ആശങ്കകളുമില്ലാതെ ഒരു പരാതികളുമില്ലാതെ ആ പരീക്ഷ പൂർത്തിയാക്കി. 24-ാമത്തെ ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. നിലവിൽ ആ വിദ്യാർത്ഥികളെല്ലാം അധ്യയന വർഷം നഷ്ടപ്പെടാതെ അവർ നിലവിൽ അവരുടെ അക്കാഡമിക് ഇയർ തുടരുകയാണ്. അപ്പോൾ എവിടെയാണ് നീറ്റിലെ ക്രമക്കേടിനകത്ത് അല്ലെങ്കിൽ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് BJPയോ നരേന്ദ്രമോദി സർക്കാരോ ഇടപെടാതെ വന്നത്? ഏറ്റവും ചടുലമായി ഏറ്റവും വേഗത്തിൽ പ്രതിസന്ധിയുണ്ട്, പ്രശ്നമുണ്ട്, പരിഹരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അതിൽ കൃത്യമായി ഇടപെട്ടിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് ഇതിനെ ഒരു പ്രതിസന്ധിയായി വരുന്നത്? ഇപ്പോൾ ഈ പറയുന്ന CJP എന്ന് പറയുന്ന ഈ പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു പ്രതിഭാസം, ആ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് വിദ്യാർത്ഥികളുടേതാണ്, ചെറുപ്പക്കാരുടേതാണ്, ഈ രാജ്യത്തിൻ്റെ പുതിയ തലമുറയുടെ പ്രതിഫലനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാരും കുറച്ച് ഇടതുപക്ഷക്കാരും അവരെയെല്ലാം അങ്ങ് പിന്തുണച്ച് അവരെയെല്ലാം അങ്ങ് അവരുടെ എല്ലാം പുറകിൽ നിന്നുകൊണ്ട് ഇവരെയെല്ലാം അവരുടെ യഥാർത്ഥ ആവശ്യത്തിൽ നിന്ന് അവരുടെ യഥാർത്ഥ പ്രതിഷേധത്തിൽ നിന്ന് വഴിമാറ്റിക്കൊണ്ട് ആ പ്രതിഷേധത്തെ അതെങ്ങനെയാണ് ചെറിയ വിഷയമായി മാറുന്നത്? എങ്ങനെ ലാഘവത്തോട് പറയാൻ കഴിയുന്നു ഗോകുൽ? 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. നിങ്ങളിന്ന് നഷ്ടപരിഹാരം അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിന്ന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതിന്റെ കണക്ക് പറഞ്ഞല്ലോ. ഈ സമരം CJP ഇടതുപക്ഷം ഈ സമരത്തിൽ ഇരുന്നപ്പോഴാണോ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തോന്നിയത്? ഈ മരിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത കാര്യം. അപ്പോൾ ആ സമരം നടത്തിയവരാണോ പ്രശ്നം? നിങ്ങൾക്ക് തോന്നിയില്ലേ? സമരം നടത്തിയവർ എന്ത് പ്രശ്നം എന്നാ പറയുന്നത്? ആ സമരത്തെ അഭിസംബോധന ചെയ്യുകയും ആ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറുകയും ആ സമരക്കാർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഞങ്ങൾ പറയുകയാണല്ലോ, അവർ പറയുന്നത് ന്യായമായ ആവശ്യങ്ങളിൽ തുടങ്ങിയതാണ്. ഇന്ന് അവരുടെ ആവശ്യങ്ങൾ എന്താ? 370 വകുപ്പെടുത്ത് മാറ്റണം, ഈ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് സർക്കാർ ഇടപെടണം. അങ്ങനെ അന്യായമായ ആവശ്യങ്ങളിലേക്ക് ഈ സമരത്തിനകത്ത് നുഴഞ്ഞു കയറിയ ചില ആളുകളും അവരെ സഹായിക്കുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ഈ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ചെറുപ്പക്കാരുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ സമരത്തെ ഹൈജാക്ക് ചെയ്യപ്പെടേണ്ട സമരമല്ല. ഈ രാജ്യത്ത് ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായി, ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗമായി ഈ രാജ്യത്ത് ആർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഗോകുൽ പറഞ്ഞതിൽ തന്നെയുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരികേടാണ് എന്നുള്ളത്. അതായത് നെറികേടാണ്. അതായത് ഈ രാജ്യത്ത് ആർക്കും അഭിപ്രായം പറയാനുണ്ട്, അവകാശമുണ്ട്, എല്ലാവർക്കും സമരം ചെയ്യാം. ഈ സമരത്തെ ആരാണ് അടിച്ചൊതുക്കിയത്? ആരാണ് ബുള്ളറ്റ് പ്രയോഗിച്ചത്? ആരാണ് ബയണറ്റ് പ്രയോഗിച്ചത്? അവിടുത്തെ വനിതകളെ, സ്ത്രീകളെ, പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച ആരാണ്? ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ആരാണ്? നിങ്ങളുടെ മനോഹർ ജോഷി, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനോഹർ ജോഷിക്ക് തന്നെ പറഞ്ഞു, ദയാരഹിതമായ ആക്രമണമാണ് അവിടെ പോലീസ് ആ വനിതകൾക്ക് എതിരെ അടക്കം നടത്തിയത്. പറഞ്ഞത് ആരുമല്ല, നിങ്ങൾ നേരത്തെ ആരോപണം ഉന്നയിച്ച CJPയോ ഇടതുപക്ഷമോ അല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള തലമുതിർന്ന നേതാവ്, അന്നത്തെ പഴയ BJPയുടെ പ്രസിഡന്റ്, പഴയ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിന് വരെ പറയേണ്ടി വന്നു. നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും ഗോകുൽ? ഇവിടെ ന്യായീകരണമോ അല്ലെങ്കിൽ ഇതിൽ പിടിച്ചു തൂങ്ങുകയൊന്നും അല്ല BJPയുടെ നിലപാട്. കൃത്യമായി പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ്, അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സമരങ്ങളും എന്താ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്താ? നിങ്ങൾ പറയൂ. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ് മുദ്രാവാക്യമെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. ആ പ്രശ്നത്തെ എല്ലാ പ്രതിസന്ധികളും മറികടന്നു കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ശിവപ്രസാദ് ഉണ്ട്, പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായി, മാധ്യമ സമൂഹത്തിന്റെ പ്രതിനിധിയായി MJ തന്നെ. ശിവപ്രസാദ്, ഈ ഗോകുൽ പറഞ്ഞത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ NDAയുമായി ബന്ധപ്പെട്ട നീറ്റ് പരീക്ഷയുമായി ക്രമക്കേട് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. 2, CJP നുഴഞ്ഞു കയറിയവരാണ്. CJPയിൽ നുഴഞ്ഞു കയറി ഇടതു വിദ്യാർത്ഥി സംഘടനകളടക്കം ഇടതുപക്ഷം അടക്കം നുഴഞ്ഞു കയറുകയായിരുന്നു. അവരാണ് പ്രശ്നമുണ്ടാക്കിയത്.
ഇപ്പോൾ ഈ CJP ഈ പ്രശ്നം പറഞ്ഞു തുടങ്ങിയിട്ട് 370 അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പോഴും പറയുന്നു കൃത്യസമയത്ത് ഇടപെട്ടിട്ടുണ്ട് മോദി സർക്കാർ. അങ്ങനെയാണോ ശിവപ്രസാദ്? ഏതായാലും ഇടതുപക്ഷം നുഴഞ്ഞു കഴിയുന്നല്ലേ പറഞ്ഞുള്ളൂ. ഖാലിസ്ഥാൻ തീവ്രവാദികൾ മുതൽ ISIS വരെയുള്ള വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പട്ടിക ആവർത്തിച്ച് വിവിധ BJP നേതാക്കന്മാരും RSS നേതാക്കന്മാരും നവമാധ്യമങ്ങളിലൂടെയും അവർക്ക് സ്വാധീനമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ വിവിധ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയും വളരെ പ്രചണ്ഡമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇടതുപക്ഷത്തെ കൂടി ഇപ്പോൾ കൂട്ടി പറയുന്നതിൽ വലിയ അതിശയോക്തി നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല, അതവർ പറഞ്ഞോട്ടെ. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? നമ്മളിതൊക്കെ പറയുമ്പോൾ രാജ്യം ഒരു ഗവൺമെൻറ്റിനാൽ ഭരിക്കപ്പെടുകയാണ്. 11 വർഷമായി തുടർച്ചയായി ഭരിക്കുകയാണല്ലോ. ഇപ്പോൾ 2026 നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭം രാജ്യത്ത് നടക്കുമ്പോൾ 2026 പരീക്ഷ നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അധികാരത്തിലെത്തിയ ഗവൺമെൻറ് അല്ലല്ലോ രാജ്യം ഭരിക്കുന്നത്. 11 വർഷമായി തുടർച്ചയായ ഒരു ഗവൺമെൻറ് ഭരിക്കുന്നു. ആ തുടർച്ചയായ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ 2024 നമുക്കൊന്ന് പോകാം. ഞാൻ പഴയ കഥയൊന്നും പറഞ്ഞു 2016 19 കഥയെല്ലാം ഞാൻ മാറ്റി വെക്കാം. 2024 എന്താ ഉണ്ടായത്? 2024 എന്താണോ ഇന്നുണ്ടായത് ഇതിൻ്റെ തനിയാവർത്തനം 2024 നടന്നില്ലേ? ആ 2024 ഇതേ ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്ത് നടക്കുമ്പോൾ ഈ രാജ്യം ഭരിച്ച പാർട്ടി BJP ആണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഈ സംവിധാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഇതിൻ്റെ ഉദ്യോഗസ്ഥർ BJP ഗവൺമെൻറ് നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ്. എന്ത് നടപടി സ്വീകരിച്ചു? ഈ വിഷയങ്ങളുണ്ടായപ്പോൾ സുപ്രീം കോടതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം ചോദിച്ച ചോദ്യതാണ് 2024 ഇത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞതെന്നൊരു ഘട്ടത്തിൽ സുപ്രീം കോടതി ചോദിച്ചു 2026. അപ്പോൾ 2024 ഈ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വലിയ നിലയിൽ പരീക്ഷ റദ്ദ് ചെയ്യപ്പെടുകയും ആ റദ്ദ് ചെയ്യപ്പെട്ട പരീക്ഷ വീണ്ടും നടത്തപ്പെടുകയും ചെയ്യുമ്പോഴും അതിൽ നിന്ന് എന്തു പാഠം പഠിച്ചു ഗവൺമെൻറ്? ഇതാണ് ചോദ്യം. ഒരു ജനാധിപത്യ ഗവൺമെൻറ് പോട്ടെ, ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് പോട്ടെ, ബോധവും വിവേകമുള്ളൊരു മനുഷ്യൻ ഒരു തവണ തെറ്റ് ചെയ്താൽ ആ തെറ്റ് മാനുഷികം നമുക്ക് പരിഗണിക്കാം. അതേ തെറ്റ് ഒരു വർഷത്തിനിപ്പുറം വീണ്ടും ആവർത്തിച്ചാലോ? ആ ആവർത്തിക്കപ്പെടുന്ന തെറ്റിൻ്റെ പേരിൽ 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായാലോ? ആ 22 ലക്ഷം വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യണമെന്ന് ആശങ്കയിലാക്കപ്പെട്ടാലോ? ആ ആശങ്കയിലാക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ഒരു 22 പേർ ആത്മഹത്യ ചെയ്താലോ? ഇവരുടെ ജീവിതത്തിന്, അവരുടെ ഭാവിക്ക്, അവരുടെ ജീവന് ആരാണ് സമാധാനം പറയാൻ പോകുന്നത്? ഇതല്ലേ നമ്മുടെ രാജ്യത്തിലേക്കുന്ന ചോദ്യം. ഇതെല്ലാം പരിഹരിച്ചു, ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു, ഇനി നമ്മളെല്ലാം ഒരുമിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സില്ല സാർ. ഈ മരണപ്പെട്ട 22 കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി, അവരുടെ ജീവന് വേണ്ടി ഇവിടെ ചോദ്യം ഉയർത്തപ്പെടണ്ടേ? ആ ഭാവി അവതാളത്തിലായ 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദ്യം ഉയർത്തപ്പെടണ്ടേ? ഇന്ന് ഗോകുൽ പറഞ്ഞ അതേ ന്യായമാണ് രാജ്യത്തിൻ്റെ ഫിനാൻസ് മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അവരെന്താ ചെയ്യേണ്ടത്? പരീക്ഷ ഒന്ന് റദ്ദായിപ്പോയാൽ വീണ്ടും പോയി അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുകയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ പഠിച്ചാൽ അവർക്ക് നല്ല കൂടുതൽ മാർക്ക് വാങ്ങാൻ കൂടുതൽ സമയം ലഭിക്കുകയാണല്ലോ എന്നാണ്. പരീക്ഷ എഴുതാത്തവർക്ക് എന്തും അങ്ങനെ പുറത്തെ കളിക്കളത്തിലിരുന്ന് എന്താ അഭിപ്രായം പറയാം? റഫറി വിസിലടിക്കുന്നത് പോലെ ആർക്കൊന്നും പറയാം. പക്ഷേ എഴുതുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ ഒരു തെല്ല് മനസ്സിലാക്കാൻ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വകതിരിവുണ്ടായിരുന്നെങ്കിൽ രാജ്യം ഇത്രയും വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകില്ലായിരുന്നു. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾ എല്ലാ വർഷവും പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പതാകയും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രമൊക്കെ നോക്കി വേർതിരിച്ച് മുദ്രകുത്തി തിരിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ ആരാ പ്രക്ഷോഭത്തിന് അണിനിരക്കുന്നത്? നിങ്ങളെല്ലാ കാലവും നിങ്ങളുടെ വോട്ട് ബാങ്കായി ചേർത്ത് വെച്ചിരുന്നവർ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഉത്തരേന്ത്യയിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ഈ കേരളത്തിൽ വേണ്ട, ഈ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൃഷ്ണകുമാർ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവല്ലേ. കൃഷ്ണകുമാറിൻ്റെ മകൾ മാറി വേണൂസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. രേഖപ്പെടുത്തിയ നിലപാടെന്താണെന്ന് ഞാൻ ആവർത്തിക്കണ്ടല്ലോ. എത്രയോ RSS കുടുംബങ്ങളിലെ കുട്ടികൾ ഇതിൻ്റെ ഭാഗമായി നിലപാട് വ്യക്തമാക്കുന്നു. ഇന്നലെ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു RSS കുടുംബത്തിലെ കുട്ടി ഇന്നലെ SFIയുടെ അവകാശ പത്രിക മാർച്ചിൻ്റെ ഭാഗമായി പങ്കെടുത്തു. ഇന്നലെ നടന്ന സംഭവമാണ് തിരുവനന്തപുരത്ത്. എന്തേ ഇവർ വരുന്നത്? എന്തേ ഇവർ നിലപാട് പ്രഖ്യാപിക്കുന്നത്? BJP എല്ലാ കാലവും അവരുടെ ആളുകളാണെന്ന് കരുതിയവർ പോലും രാജ്യത്ത് ഈ അഴിമതിക്കെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? തിരിച്ചറിയാൻ കഴിയണ്ടേ? നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ. SFIക്കെതിരെ വിമർശനം പറഞ്ഞു, ഇടതുപക്ഷത്തിനെതിരെ വിമർശനം പറഞ്ഞു, CJPക്കെതിരെ വിമർശനം പറഞ്ഞു, രാജ്യത്ത് ഉയർപ്പെടുന്ന ഈ ശബ്ദങ്ങളെല്ലാം നിങ്ങൾ അടിച്ചമർത്താൻ പരിശ്രമിച്ചോ? ഒരു തർക്കവും എനിക്കില്ല. പക്ഷേ എന്താ പ്രശ്നം? ഈ വിദ്യാർത്ഥികളെ ആര് അഡ്രസ്സ് ചെയ്തു? ഞാൻ വളരെ ലളിതമായി ചോദിക്കുന്നൊരു ചോദ്യം. പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷാപ്പേടി മാറുന്നതിന് ക്ലാസ് എടുത്ത ഒരാളുണ്ടല്ലോ നമുക്ക്. ആരായിരുന്നു ക്ലാസ് എടുത്തത്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. നല്ല ക്ലാസ്സായിരുന്നു. എനിക്ക് ആ ക്ലാസ്സിനോട് വ്യക്തിപരമായ ഒരു വിയോജിപ്പില്ല. പ്രധാനമന്ത്രി ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അദ്ദേഹം ചെയ്തത്. പരീക്ഷ മെയ് മാസം 3-ാം തീയതി നടന്നു. 3-ാം തീയതി വൈകിട്ട് പരീക്ഷ ക്യാൻസൽ ചെയ്തു.
2 മാസം 20 ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? BJP പ്രതിനിധി മറുപടി പറയണ്ടേ? 2 മാസം 20 ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പരീക്ഷാ തട്ടിപ്പിനെ പറ്റി, പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിനെ പറ്റി, 22 കുട്ടികൾ ആത്മഹത്യ ചെയ്തതിനെ പറ്റി, 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായതിനെ പറ്റി ഒരക്ഷരം വേണ്ട, അരക്ഷരം മിണ്ടിയില്ല. അപ്പോൾ എന്താ മിണ്ടാതിരുന്നേ? അപ്പോൾ കയ്യിൽ അല്ലേ അവർ കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിൽ, ആ സംവിധാനത്തിൻ്റെ അഴിമതി, അവർ കൈകാര്യം ചെയ്യുന്ന പരീക്ഷാ നടത്തിപ്പിലെ കെടുകാര്യസ്ഥത എൻ്റെ കൂടി കുറ്റമാണെന്നുള്ള കുറ്റബോധമാണ് പ്രധാനമന്ത്രിയെ ഇതുവരെ നിശബ്ദനാക്കി വെച്ചത്. എല്ലാ വിഷയത്തിലും പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന നിലപാടതല്ലേ? ഭക്തിയുടെ പേരിൽ രാജ്യത്താകെ നടന്ന് വോട്ട് പിടിച്ചിട്ട് രാമക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടിട്ട് ഒരക്ഷരം ഇതുവരെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ലല്ലോ. രാമക്ഷേത്രത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെയാണ്, പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷാ ക്ലാസ് എടുക്കാൻ പോയ അതേ പ്രധാനമന്ത്രിയാണ് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ പോയത്. രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ പോയ നരേന്ദ്രമോദി അതേ രാമക്ഷേത്രം BJP-കാരാൽ, RSS-കാരാൽ, വിശ്വ ഹിന്ദു പരിഷത്തുകാരാൽ കൊള്ളയടിക്കപ്പെട്ടിട്ട് ഒരക്ഷരം ഈ നിമിഷം, ഈ നാഴിക വരെ മിണ്ടിയിട്ടേയില്ല. ഇതാണ് രാജ്യത്തെ BJP പ്രധാനമന്ത്രിയുടെ 56 ഇഞ്ച് നെഞ്ചളവുകാരൻ്റെ രാഷ്ട്രീയ ടാക്ടിക്സ്. പക്ഷേ ഈ ടാക്ടിക്സ് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്ക് നടപ്പിലാവില്ല എന്നതാണ് ആ പ്രധാനമന്ത്രിക്ക് രാത്രി 11:54 സാഷ്ടാംഗം തെറ്റുപറ്റിയത് പരിശോധിക്കാമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യേണ്ടതായി വന്നത്. എന്തായിരുന്നു നിർദ്ദേശം? ആ നിർദ്ദേശം ഒന്ന് ഓർത്താൽ മതി. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, BJP കേന്ദ്രമന്ത്രിമാർക്ക് കിട്ടിയെന്ന് നിങ്ങളുടെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. മാധ്യമപ്രവർത്തകർ പല ഭവ്യന്ത്രേണ സംസാരിക്കുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും പറഞ്ഞാണ് കേന്ദ്രമന്ത്രിമാരൊന്നും പ്രതികരിക്കാത്തത് മനഃപൂർവ്വമാണ്, അവരുടെ രാഷ്ട്രീയ ലൈനാണ്, അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമാണ്. എന്താ നിർദ്ദേശം? ഒറ്റ കേന്ദ്രമന്ത്രി പോലും മിണ്ടിപ്പോയേക്കരുത്. മിണ്ടിയാൽ എന്ത് സംഭവിക്കും? ഇവർ നടത്തുന്ന ഈ സമരത്തിന് രാഷ്ട്രീയ അറ്റൻഷൻ കിട്ടും. നമ്മൾ പറയുന്നത് മീഡിയ കൊടുക്കലല്ലോ. ഏത്? ഗോസ്വാമിമാരുടെ ഗോഡി മീഡിയ കൊടുക്കുന്നത് നമ്മൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് മാധ്യമശ്രദ്ധ കിട്ടും. അങ്ങനെ മാധ്യമശ്രദ്ധ കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ മിണ്ടാനേ പാടില്ല. എന്തേ JP നദ്ദ ഓടി ആശുപത്രിയിലേക്ക്, അവിടെ നിന്ന് ഇറങ്ങി ഓടി CJP പ്രതിനിധികൾ ചർച്ച ചെയ്യാൻ ഇപ്പോൾ പോയത് 40ാമത്തെ ദിവസമാണല്ലോ പോയത്. 21 ദിവസം ഒരു മനുഷ്യൻ നിരാഹാരം കിടന്നിട്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ, ഒരു ക്ലർക്കിനെ പറഞ്ഞ് അവിടേക്ക് വിടാൻ മനസ്സ് കാണിക്കാത്തവർ ഈ പ്രക്ഷോഭം രാജ്യത്ത് കത്തിക്കാളിയപ്പോൾ മന്ത്രിമാരെ തലങ്ങും വിലങ്ങും പായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രക്ഷോഭത്തിൻ്റെ ചൂട് തട്ടിയിരിക്കുന്നു. ഞങ്ങളുടെ വിജയമാണ്, ഞങ്ങൾ ആത്മാർത്ഥമായി പറയാം. ഞങ്ങളുടെ വിജയമാണ്. ശിവപ്രസാദ്, ഒരുപക്ഷെ നേരത്തെ ഈ ഗോകുൽ ചോദിച്ച ചില ചോദ്യങ്ങൾ ഇവിടെ ജയചന്ദ്രൻ സാറ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജയചന്ദ്രൻ സാറ് ഗോകുൽ ചോദിച്ച തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞല്ലോ, NDAയുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് വിഷയമെന്ന് ചോദിച്ചു. ഇപ്പോൾ നേരത്തെ ശിവപ്രസാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ 11:54, ഇന്നലത്തെ രാത്രി ഇത്ര സമയമാണ് 11:54, 50 ദിവസത്തോളം സമരം നടക്കുകയാണ്. രാത്രി 11:54 പോലെ വെളിപാട് പോലെ ഉണർന്നെഴുന്നേറ്റ് പറയുകയാണ് പ്രധാനമന്ത്രി. ഉണർന്നെഴുന്നേറ്റ് പറയുന്ന പ്രശ്നം പരിഹരിക്കാമല്ലോ, സാരോപദേശം. രാത്രി മുഴുവൻ JP നദ്ദയും ജിതേന്ദ്ര സിംഗും അടക്കമുള്ള ഇന്നലെ പകലും രാത്രിയുമൊക്കെ നടക്കുകയാണ്. സോനം വാങ്ചുക്കിനെ കണ്ട് അവസാനം പ്രശ്നം പരിഹരിച്ചു. ഇന്ന് ഗോകുൽ പറഞ്ഞതുപോലെ ഇനി എന്താണ് പ്രശ്നം? എല്ലാം പരിഹരിച്ചു കഴിഞ്ഞല്ലോ. മരിച്ചതെന്താണ്? 22 കുട്ടികൾ മരിച്ചു. പ്രശ്നം എന്താണ്? 22 ലക്ഷം വിദ്യാർത്ഥികൾ ഭാവി തുലാസിലായി. പ്രശ്നമില്ലല്ലോ, ഞങ്ങൾ പരിഹരിച്ചല്ലോ. എങ്ങനെ കരുതുന്നു ഈ ഗോകുൽ ഗോപിനാഥിന്റെയും BJPയുടെയും ഈ നയങ്ങളെ? ഇപ്പോൾ ഗോകുൽ പറഞ്ഞത് കേട്ട് എനിക്ക് വാസ്തവത്തിൽ ഈ ഏത് ലോകത്തെ പറ്റിയാണ് ഇവർ ഈ സമരത്തിന്റെ കാര്യം പറയുന്നത് എന്നോർത്ത് ഞാനിങ്ങനെ അന്തിച്ചിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞല്ലോ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന്. ഗോകുലിനോട് ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ഊഴത്തിൽ മറുപടി പറയും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതുവരെയായിട്ട് ഈ വർഷം മെഡിക്കൽ വിദ്യാഭ്യാസം തുടങ്ങാത്തത്? MBBS 1ാം വർഷ പഠനം ഇനിയും തുടങ്ങാത്തത് എന്തുകൊണ്ടാണ് ഗോകുലെ? എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ തീർത്തതല്ലേ? നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കഴിയുകയും ചെയ്തതല്ലേ? എന്തിനാണ് ഇതിന് താമസം തുടങ്ങാൻ? എവിടെയാണ് തടസ്സം? സർക്കാർ കോളേജുകളിലും എയ്ഡഡ് മേഖലയിലും ഒക്കെ, അൺഎയ്ഡഡ് മേഖലയിലും ഒക്കെ ഇതെന്താണ് തുടങ്ങാത്തത്? അപ്പോ നിങ്ങൾ പറയുന്നതല്ല വാസ്തവം, നിങ്ങൾ പറയുന്നതല്ല സത്യം എന്നുള്ളത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇവിടെ MBBS പഠനം തുടങ്ങാതിരിക്കാൻ കാരണം സിജു, ഇപ്പൊ ഇതുവരെ ഈ വർഷം ഇതുവരെ തുടങ്ങാതിരിക്കാൻ കാരണം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ പരിഹരിക്കാൻ കഴിയാത്ത കൂമ്പാരം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത് കൊണ്ടുമാണ്.
വിദ്യാർത്ഥികളെ തുടർന്ന് ഇപ്പോ പൊതുസമൂഹം അത് ഏറ്റെടുത്തു എന്നുള്ള കാര്യം വന്നപ്പോഴേക്ക് ഇപ്പോ പിന്നെ ശിവപ്രസാദ് ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന്റെ ചൂടടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഭരണക്കാർക്ക് എന്നുള്ളതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം. ഒന്ന്. രണ്ടാമത്തത്, ഈ പിന്നെ തങ്ങളുടെ പരാതി കേൾക്കാൻ ഈ നീറ്റ് എക്സാമിൽ 2015 നീറ്റ്, അതിനു മുമ്പ് വേറെയാണല്ലോ സംവിധാനം. ഈ നീറ്റ് എക്സാമിൽ എവിടെയെങ്കിലും ഗൂഗിളെ ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ടോട്ടൽ പരീക്ഷ പിന്നെ ഇടയ്ക്കൊക്കെ ചിലതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നേക്കാം ചില മേഖലയിൽ. അല്ലാതെ മുഴുവൻ നീറ്റ് പരീക്ഷയും ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം ആരാണ് ഉണ്ടാക്കി വെച്ചത്? ഈ സിസ്റ്റം അല്ലേ? ഈ സിസ്റ്റം നിങ്ങളുടെ കയ്യിലല്ലേ? ധർമ്മേന്ദ്ര പ്രധാന്റെ കയ്യിലല്ലേ മുഴുവൻ ഇരിക്കുന്നത്? അപ്പോ പ്രാഥമികമായി, വളരെ പ്രാഥമികമായി അതിന്റെ ചുമതലയുള്ള മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. ഇപ്പോ ശിവപ്രസാദ് പറഞ്ഞ 22 ലക്ഷം പേരുടെ പേരാണ് പറഞ്ഞത് ഈ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ. ഞാൻ മനസ്സിലാക്കിയത് 24 എന്നാണ്. ശിവപ്രസാദ് അത് ഞാൻ എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ തിരുത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, തിരുത്താൻ ഞാൻ തയ്യാറുമാണ്. ഞാൻ കേട്ടത് 24 എന്നാണ്. അപ്പൊ അത് വെച്ച് തന്നെ പറയുകയാണ്, ഈ 24 ലക്ഷം കുട്ടികളുടെ ആസ്പിറേഷൻസ് നിങ്ങൾ ഏത് കടലിലാണ് കൊണ്ട് ഒളിപ്പിക്കാൻ പിന്നെ തത്രപ്പെടുന്നത്? എന്നിട്ട് നടന്നോ? നിങ്ങൾ ഈ സിസ്റ്റവും കേന്ദ്ര ഭരണകൂടവും തങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും പരാതികൾ കേൾക്കാൻ ഒട്ടും തയ്യാറാവുന്നില്ല എന്ന് വന്നപ്പോഴേക്ക് അത് പരിഹാസത്തോടു കൂടിയാണ് അവരതിനെ നേരിട്ടത്. പരിഹാസത്തിൻ്റെതായ രൂപത്തിൽ മീമുകളിലൂടെ, ട്രോളുകളിലൂടെ ഒക്കെയാണ് പിന്നെ ഈ വിദ്യാർത്ഥി സമൂഹം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പുതിയ പേരിൽ അവതരിച്ചൊരു പാർട്ടിയിലൂടെ ഇതിനെ അവര് പരിഹസിച്ചുകൊണ്ടാണ് നേരിട്ടത്. ആ പരിഹാസമല്ലേ വളർന്ന് ഈ രൂപത്തിലായത്? ഞാനൊക്കെ സിജു, ഞാൻ ഓർക്കുന്നത് 2010-11 കാലഘട്ടത്തിൽ പിന്നെ നോർത്ത് ആഫ്രിക്കയിൽ ഈ ടുണീഷ്യയിൽ ഈ കലാപം ഉയർന്നല്ലോ, മുല്ലപ്പൂ വിപ്ലവം, ജാസ്മിൻ റവല്യൂഷൻ. അന്നൊക്കെ ആത്മാർത്ഥമായി ഞാനും സുഹൃത്തുക്കളൊക്കെ ആഗ്രഹിക്കുമായിരുന്നു ഇന്ത്യയിൽ ഏതെങ്കിലും കാലത്തൊക്കെ ഉണ്ടാകുമോന്ന്. അതായത് മുല്ലപ്പൂ വിപ്ലവം. അത് കഴിഞ്ഞ് മുല്ലപ്പൂ വിപ്ലവം പിന്നെ അറബ് സ്പ്രിങ്ങിലേക്ക് മാറിയില്ല, അറബ് വസന്തത്തിലേക്ക് മാറി. പക്ഷെ ഇപ്പോ നമുക്കത് ബോധ്യമാവുകയാണെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഈ ഇങ്ങനെ ഇത് കത്തിക്കാളുന്നത് എന്തുകൊണ്ടാണ്? ഈ നഗരങ്ങളിൽ നിന്ന്, നഗരപ്രാന്തങ്ങളിൽ നിന്ന് വില്ലേജുകളിൽ നിന്ന് അടുത്ത വില്ലേജുകളിലേക്ക്, അങ്ങനെ രാജ്യമാസകലം ഇത് വളരുന്നതിന്റെ കാര്യം എന്താണ്? ഇതിൻ്റെ അകത്ത് ഉള്ളടക്കമുള്ളത് കൊണ്ടാണ്. ആ ഉള്ളടക്കം എന്താണ്? ഇപ്പോ കൃഷ്ണകുമാറിന്റെ മകളുടെ കാര്യം പറഞ്ഞല്ലേ ശിവപ്രസാദ്, അതടക്കം എത്രയോ പേരുടെ മോഹങ്ങളാണ് നിങ്ങൾ തല്ലിക്കെടുത്തി കളഞ്ഞത്. ഗോകുലെ, നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷി BJP നയിക്കുന്ന കേന്ദ്ര ഭരണകൂടം. ധർമ്മേന്ദ്ര പ്രധാൻ RSകാരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ RSകാരനെ കൈയൊഴിയാൻ നരേന്ദ്രമോദി തയ്യാറാവില്ല എന്ന്, ഇൻകേസ് തയ്യാറായാൽ നാഗ്പൂർ അതിന് സമ്മതിക്കില്ല എന്നുള്ളതും അറിയാം. പക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാഭംഗങ്ങളുടെ പ്രശ്നമല്ല, ഇവിടുത്തെ കുട്ടികളുടെ കാര്യമാണെന്നേ. 23 ലക്ഷം 24 ലക്ഷം ഒക്കെ വരുന്ന കുട്ടികളുടെ കാര്യമാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതൊരു കാര്യം. പിന്നെ ഇനി ഇതെല്ലാം തീർന്നു എന്ന് പറയുന്ന ഗൂഗിളിനോട് റിയലിസ്റ്റിക് ആയിട്ട് മറ്റൊരു ചോദ്യം കൂടെയാണ്. ഒരു ചോദ്യം കൂടെ ഞാൻ ഈ ഘട്ടത്തിൽ അവശേഷിപ്പിച്ച് നിർത്തുകയാണ്. ഈ പറഞ്ഞ 24 ആണെങ്കിൽ, 21 ആണ്, 22 ആണെങ്കിൽ, ശിവപ്രസാദ് പറഞ്ഞ 22 തന്നെ നിൽക്കട്ടെ. 22 ലക്ഷം പേർ പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷയിൽ സിജു എത്ര പേർക്കാണ് അഡ്മിഷൻ കിട്ടുക എന്നറിയുന്നു? അതാണ് ശിവപ്രസാദ്, നിങ്ങളുടെ സംഘടന ഒന്ന് ആലോചിക്കണം കേട്ടോ. ഞാൻ ഈ ചർച്ചയിൽ അതുകൂടെ പറയുകയാണ്. കഷ്ടിച്ച് കിട്ടുന്നത് ഈ 22 ലക്ഷങ്ങളുടെ കണക്കെടുത്താൽ തന്നെ കഷ്ടിച്ച് കിട്ടുന്നത് 1,10,000 പേർക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്. അത് 58,000 സീറ്റ് പിന്നെ ഗവൺമെന്റ് മേഖലയിലും 52,000 സീറ്റ് അൺഎയ്ഡഡ് മേഖലയിലുമായിട്ടാണ് മൊത്തം ഈ സീറ്റ് വരുന്നത്. ഈ 22 ലക്ഷം പേർ എന്നുള്ള ആ ഒരൊറ്റ കണക്കിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. ബാക്കി പുറത്ത് കിടക്കുന്ന കുറെ പേരുണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നത്? അവര് BDSന് പോകും കുറെ പേര്. ബാക്കി കുറെ പേര് ആയുഷിലേക്ക് പോകും, മറ്റേ BAM, അത്ര യുനാനി വരെയുള്ള ആ ഒരു സെക്ടർ ഉണ്ടല്ലോ, ആയുഷ് മേഖല, അതിലേക്ക് പോകും. അതിൽ എന്നാലും എല്ലാം കൂടെ ചേരുന്നത് ഒരു 75,000 പേരേ ഉള്ളൂ.
അപ്പൊ ഈ 1.75 പരമാവധി 2 വരെ 2 ലക്ഷം അത്രയും ആൾക്കാർക്ക് മാത്രമാണ് ഈ ഇത്രയും 2 ലക്ഷം എഴുതിയാൽ അഡ്മിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമേൽ രോഷാകുലരാകുന്നത് രാജ്യത്തെ ചെറുപ്പക്കാർ. അത്ര കഷ്ടപ്പെട്ട് ഉറക്കളിച്ച് 18-20 മണിക്കൂർ ഉറക്കളിച്ചാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. സിജു, ചെറിയ കാര്യം വല്ലതും ആണോ? അത് തന്നെയാണ് അത്രയും വലിയ താങ്കൾ പറഞ്ഞ ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞ കണക്ക് താങ്കൾ പറഞ്ഞ കണക്കുണ്ടല്ലോ, കണക്ക് തന്നെയാണ് ഇതിന്റെ ഈ കള്ളക്കച്ചവടത്തിന്റെ ഈ മേഖലയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കാരണം 22 ലക്ഷം, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1,30,000 കോടിയുടെ കച്ചവടമാണ് ഈ പരിശീലന കേന്ദ്രങ്ങൾ വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. 1,30,000 കോടിയുടെ കച്ചവടം. അവിടെയാണ് 22 ലക്ഷത്തിന്റെ കണക്ക്. അതായത് താങ്കൾ പറഞ്ഞ 2 ലക്ഷം പേർക്ക് അഡ്മിഷൻ കിട്ടിയാൽ ബാക്കി 20 ലക്ഷം പേരുണ്ട്. ഈ 20 ലക്ഷം പേരിൽ നിന്നാണ് 22 ലക്ഷം പേരിൽ നിന്നും കച്ചവടം. ഏതായാലും അതിലേക്ക് നമുക്ക് എൻ്റെ കണക്കുകളിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഗോകുൽ, രണ്ടുപേരും 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, ഈ 11:54 വരെ ഈ പ്രക്ഷോഭം ഉണ്ടായി, ഇത്രയും ദിവസമായി കാത്തിരുന്നിട്ടും 11:54 രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറയാൻ നരേന്ദ്രമോദിക്ക് തോന്നിയത് എന്താണ്? അതുവരെ കാത്തിരുന്ന കാര്യം എന്താണ്? ശിവപ്രസാദ് ചോദിച്ചാണ്. 2, ഈ പറയുന്ന പോലെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ജയചന്ദ്രൻ സാറ് ചോദിച്ചതുപോലെയുള്ള ഈ പ്രശ്നങ്ങൾ, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഈ പ്രശ്നം, ഈ 2 ലക്ഷം പേർക്ക് കിട്ടുന്ന ആ അഡ്മിഷൻ കിട്ടുന്ന ആ കോഴ്സിൽ, ആ നീറ്റ് പരീക്ഷയിൽ എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്? ഇത്രയും വലിയ വിഷയമുണ്ടായിട്ട് ഈ അവസാന ഘട്ടത്തിൽ 22 പേർ ആത്മഹത്യ ചെയ്തിട്ട് 22 ലക്ഷം പേർ തുലാസിലായിട്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം, അതിൻ്റെ സങ്കേതം ഞങ്ങൾ പിടിയിട്ടുന്നില്ല. ഗോകുൽ, രണ്ടുപേരും ചോദിച്ചത്. ഇവിടെ നിങ്ങൾ 3 പേരും കൂടി ശ്രമിക്കുന്നത് ഒരു കാലത്തും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല. ഒരു കാലത്തും വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളോ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളോ വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയും, BJP ഭരിക്കുമ്പോൾ BJPയുടെ ഗവൺമെൻറ് നിലനിൽക്കുന്ന ഈ കാലത്ത് മാത്രം 2026 മാത്രമാണ് നീറ്റുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന രീതിയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഉയർന്നു വന്നത് എന്ന ഒരു അതിവായനയും വ്യാഖ്യാനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഇവിടെ നിൽക്കട്ടെ. ഇവിടെ നീറ്റുമായി ബന്ധപ്പെട്ടാണല്ലോ ചർച്ച. എനിക്ക് SFIയുടെ പ്രതിനിധിയായി പ്രസിഡൻ്റായിട്ട് ഇവിടെ വന്നിട്ടുള്ള ശിവപ്രസാദിനോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് PSC ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് ശിവപ്രസാദെ. 2019 ജൂലൈയിലായിരുന്നു തട്ടിപ്പ്. സിവിൽ പോലീസ് പരീക്ഷ ഫോണിൽ ചോദ്യപേപ്പറും ആൻസറും ഒക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ അവിടുത്തെ നേതാക്കന്മാർ, SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡൻറ്റും ആണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്, ജയിലിലാക്കപ്പെട്ടത്. അന്ന് പ്രതിഷേധിച്ചോ നിങ്ങളുടെ ഇടതുപക്ഷവും CPM നേതാക്കന്മാരും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി? ഇവിടെ 2020 KS പ്രിലിമിനറി പരീക്ഷയിൽ 7 ചോദ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ഈ പറയുന്ന പരീക്ഷകളിൽ തയ്യാറെടുക്കുന്ന, അതിനെ റിക്രൂട്ട് ചെയ്യുന്ന, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന നടക്കുന്ന ഒരു ഏജൻസി മുഖേന 7 ചോദ്യപേപ്പറുകൾ, ഏത് ചോദ്യപേപ്പറിൽ 7 ചോദ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ പ്രതിഷേധിച്ചോ ശിവപ്രസാദെ? 2020 ഈ പറയുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ട് PSCയുടെ പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടല്ലോ ശിവപ്രസാദെ. 80 ചോദ്യങ്ങൾ, 100-ൽ 80 ചോദ്യങ്ങൾ നേരത്തെ ഒരു ഗൈഡിൽ വന്നു. നിങ്ങൾ പ്രതിഷേധിച്ചോ ശിവപ്രസാദെ? ഈ പറയുന്ന 2023 ജൂലൈയിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയം, അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതിഷേധിച്ചോ നിങ്ങൾ? രാജ്യ തലസ്ഥാനത്തിലേക്കൊന്നും പോകേണ്ടത്, തിരുവനന്തപുരത്ത് ഈ നഗരത്തിൽ നിങ്ങൾ പ്രതിഷേധിച്ചോ? ഒന്നും വേണ്ട. LD ക്ലർക്ക് പരീക്ഷ നടന്നു 2024. ആ പരീക്ഷയിൽ വെബ്സൈറ്റിൽ, PSCയുടെ വെബ്സൈറ്റിൽ തലേന്ന് തന്നെ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. നിങ്ങൾ പ്രതിഷേധിച്ചോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഈ നാട് കണ്ടോ? അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ ഭരണകൂടം, നിങ്ങളുടെ മുഖ്യമന്ത്രി നിലനിന്ന 2016 മുതൽ 2024 വരെ നിരന്തരമായ ക്രമക്കേടുകൾ ഒരു സംസ്ഥാനത്തിൻ്റെ PSCക്കകത്ത്, ഞാൻ ഇത് ചെറുതായിട്ട് പറഞ്ഞതേ ഉള്ളൂ, 100 കണക്കിനുണ്ട്. അതെല്ലാം പോട്ടെ, നിങ്ങൾ ഈ പറയുന്ന ജൻസി സമരം എന്ന് നിങ്ങൾ പറയുന്നു. നീറ്റ് പരീക്ഷയുടെ വിഷയം മാത്രമാണ് ഈ പറയുന്ന ആളുകൾ ഉയർത്തുന്നു പറഞ്ഞു. നിങ്ങൾ വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കാം. ഒരു ഉദാഹരണം കാണിക്കട്ടെ. 2018 ഇതേ SFIയുടെ പൊന്നാപുരം കോട്ടയായി അവർ കൊണ്ടു നടക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കത്തിക്കുത്ത് നടന്നു. ഓർമ്മയുണ്ടോ ശിവപ്രസാദ്? ശിവപ്രസാദ് എന്ന നേതാവാണ്. ഈ ചാനലിൽ നമ്മളെ കൈരളി എല്ലാം ഉണ്ട്. എന്തിനാ കത്തിക്കുത്ത് നടന്നത്? അതെന്തോ ആയിക്കോട്ടെ, ആ കത്തിക്കുത്തിനെ നിങ്ങൾ SFI നേരിട്ട രീതി എന്തായിരുന്നു? എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി കലാലയത്തിനകത്ത് SFI നേതാവ്, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഒരു ചെറുപ്പക്കാരനെ
കുത്തി അവന്റെ ജീവൻ അപഹരിക്കാനുള്ള ശ്രമം നടത്തുക? അപ്പൊ അതായത് നിങ്ങൾ ഈ വാചാലമായി ഗോകുൽ നമ്മള് പറയട്ടെ പറയട്ടെ ഗോകുൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾ മൂന്ന് പേരും ഗോകുൽ ഒരു ഞാനൊരു കാര്യം അഭിപ്രായമല്ലേ പറയട്ടെ. പറയുന്നത്? ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. അല്ല അഭിപ്രായം പറയാം. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം ഞാൻ കൂടി പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം പറയട്ടെ. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. അല്ല ഞാൻ അതായത് ഗോകുൽ ഇപ്പോൾ ശ്രമിക്കുന്നത് ഗോകുലും എല്ലാ ബി.ജെ.പി. നേതാക്കളും വന്നിരുന്ന് ചർച്ചയിൽ എന്താ സംഭവിക്കുക? നമ്മൾ കടലിനെ കുറിച്ച് പറയുമ്പോൾ കടലാടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ പ്രശ്നം എന്താണ്? ചർച്ചയിൽ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താണ്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേട്, അതിൽ രാജ്യം ആവശ്യപ്പെടുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, എൻ.ഡി.എ പിരിച്ചുവിടണം. നിങ്ങൾ അതിനെ ചർച്ചയ്ക്ക് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുള്ള ചോദ്യമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്ത എന്താണ്? നരേന്ദ്രമോദി നിങ്ങൾ അതിന് പറയുമ്പോൾ പണ്ട് എന്താണ് നിലപാടും പറയുമ്പോ എന്റെ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തി അഭിപ്രായം പറയാനാണ് അവിടെ വന്നിരിക്കുന്നത്. ഇതേ ഈ പറയുന്ന ജെൻസി, ഇതേ പറയുന്ന ജന ആൽഫ അടക്കമുള്ള വിഭാഗത്തിൽ പെടുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ കത്തിക്കുത്തി നടത്തി കൊല്ലാൻ ശ്രമിച്ച സംഘടനയല്ലേ SFI? അവരാണ് പോയി രാജ്യത്തിന് ഇന്ത്യ തലസ്ഥാനത്തിനകത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതേ SFI നേതാക്കന്മാരല്ലേ ഈ രാജ്യത്തിനകത്ത് പബ്ലിക് സർവീസ് കമ്മീഷനകത്ത് ഈ പറയുന്ന രീതിയിൽ സ്വജനപക്ഷപാതത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് നേരത്തെ ആൻസർ ഷീറ്റുകൾ ലഭിച്ച് പരീക്ഷ എഴുതുക മാത്രമല്ലല്ലോ 1, 2, 3 റാങ്കുകൾ ഈ പറയുന്ന നേതാക്കന്മാർ ലഭിക്കുകയാണ്. പിന്നീട് അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ചെറിയ കാര്യമാണോ? അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുന്നേ? നിങ്ങൾ എന്ത് ധാർമ്മികതയിലും എന്ത് മര്യാദയിലുമാണ് പോയി ഈ കുട്ടികളുടെ സമരത്തിന് ഹൈജാക്ക് ചെയ്ത് അവരെ വക്രീകരിക്കുന്നത്? അവരെ ഉന്നയിക്കുന്ന യഥാർത്ഥ ആവശ്യമാണെങ്കിൽ അത് പരിഹരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ചോദിച്ചല്ലേ ശിവപ്രസാദ് പറയാം. അല്ല ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ സഹോദര. നിങ്ങൾ 3 പേരും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചർച്ച വഴിതിരിച്ചു വിടുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ച് അങ്ങനെ ഇടപെടണ്ടേ ഗോകുലേ? രണ്ട് സമയങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ നടന്ന സമാനമായ ഈ അഴിമതിയും ക്രമക്കേട് മുന്നോട്ട് പറയുമ്പോൾ എന്താ വഴിതിരിച്ചു നടത്തിയ സകലവന്മാരും അകത്താണ്. അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ രാജ്യത്തിന്റെ തലസ്ഥാനത്തിൽ സമരത്തിന് ഐക്യദാർഢ്യപ്പെടാൻ വേണ്ടി പോകുന്നു. ഞാൻ ഒരു കാര്യം ശിവപ്രസാദ് ഒന്നുമില്ല, ശിവപ്രസാദ് ഒരു ചെറിയ കാര്യം ഓർമ്മിക്കാം. ഈ സംസ്ഥാന സർക്കാർ 2016 മുതൽ 26 വരെ നിലനിന്ന നിങ്ങളുടെ ഗവൺമെൻറ് LDF ഗവൺമെൻറ് അവസാന ദിവസങ്ങളിൽ നിങ്ങൾ SFIയും DYFI നേതാക്കന്മാർ ഒരു സമരത്തിന് പോയി. ആ സമരം നടത്തിയ ആളുകൾ ഇന്നും കേരളത്തിൻ്റെ സെക്രട്ടറിയുടെ മുമ്പിലുണ്ട്. എന്തായിരുന്നു? നമ്മുടെ LP സ്കൂൾ അധ്യാപകരുടെ സമരം അവസാനിപ്പിക്കാൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവുമായിട്ടാണ് നിങ്ങളുടെ രാജ്യസഭാ MPയും DYFI നേതാവുമായിട്ടുള്ള റഹീം അവിടെ പോയത്. നിങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തിനാ സമരം അവസാനിപ്പിച്ചു? ഞങ്ങളെല്ലാം നോക്കിക്കോളാം, ഞങ്ങളുടെ സർക്കാർ ഇപ്പോൾ വരും, നിങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കും, നിങ്ങൾക്ക് നിയമനം ലഭിക്കും. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? നിങ്ങളെല്ലാം പരിഹരിക്കും, എല്ലാം തീർത്തു എന്ന് അവരെ അറിയിച്ചിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ട് 2 ദിവസം മുമ്പ് കൈരളി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തല്ലോ, പരസ്യമായി തറയിലിരുന്ന് മണ്ണ് വാരി തിന്നേണ്ട അവസ്ഥ കേരളത്തിലെ യുവജനതയ്ക്ക് വരികയാണ്. തലമുണ്ടനം ചെയ്യേണ്ട അവസ്ഥ വരികയാണ് ചെറുപ്പക്കാർക്ക് കേരളത്തിൽ. PSC വിഷയത്തിൽ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഒരക്ഷരം നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല. എന്തേ മോദി വൈകിയത്? എന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ഈ രാജ്യത്തെ ജനങ്ങൾ യുവജനങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല. അതിന് ഉത്തരമല്ല മറുപടി. ശിവപ്രസാദിന് പറയാം. ശിവപ്രസാദിലേക്ക് പോകുന്ന മെസ്സേജ് എനിക്ക് ഒറ്റ കാര്യം അല്ല സിജു, എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ സിജു ആദ്യം ആരോടാണ്? ഗോകുലിനോടാണ് ചോദ്യം ചോദിച്ചത്. ഗോകുൽ മറുപടി പറഞ്ഞു കഴിഞ്ഞ് ശിവപ്രസാദിനോട് ചോദിച്ചു, പിന്നീട് എന്നോട് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കുള്ള വിമർശനങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനല്ല ഗോകുൽ മറുപടി പറയുന്നത്, മറ്റു പുതിയ ന്യായങ്ങൾ നിരത്തുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് 100% ഗോകുൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് താങ്കൾ മറ്റു ചോദ്യങ്ങൾ ചോദിക്കൂ. ഇനി ഇതിന്റെ ഉപചോദ്യങ്ങളിലേക്ക് പോകരുത്, പുതിയ ചോദ്യങ്ങളിലേക്ക്. മനസ്സിലായി ശിവപ്രസാദ്. അല്ല ഗോകുൽ കഴിഞ്ഞു. ശിവപ്രസാദിന് പറയാം. ശിവപ്രസാദിന്റെ അവസരം പറയാം. അല്ല ഗോകുൽ പറഞ്ഞു കഴിഞ്ഞു. ഒരു മുൻപേ നടന്നു. ശിവപ്രസാദ്, ഞാൻ ഈ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ശീലം പൊതുവിൽ ചർച്ച സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഗോകുൽ ഇങ്ങനെ വിഷയങ്ങൾ വഴിതിരിച്ചു വിടാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത്. എനിക്ക് തോന്നുന്നത്, ഞാൻ ബലമായി ന്യായമായി വിശ്വസിക്കുന്നത്,
എന്നെ ഒന്ന് പ്രകോപിപ്പിക്കാനുള്ള ഒരു നല്ല രാഷ്ട്രീയ തന്ത്രമാണ് ഗോകുൽ നടത്തിയത്. നല്ല തന്ത്രം. പക്ഷേ തന്ത്രത്തിൽ അങ്ങനെ നേരിട്ട് വന്ന് വീഴാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരല്ലല്ലോ. നിങ്ങൾ ആലോചിക്കേണ്ടത് വളരെ ഗൗരവമുള്ളൊരു രാഷ്ട്രീയ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യല്ലേ. ആ ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയത്തെപ്പറ്റി ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് ബാക്കി 5 മിനിറ്റ് നിങ്ങളിത് കുറ്റം പറഞ്ഞു. അതല്ലേ ഒരു ചർച്ചയ്ക്കകത്ത് സാമാന്യ മര്യാദ നമ്മളെല്ലാം സ്വീകരിക്കും. ഇപ്പോൾ ഞാനാണെങ്കിലും ഗോകുലാണെങ്കിലും ഈ ചർച്ചയ്ക്കകത്ത് വരുന്ന ആരാണെങ്കിലും സ്വീകരിക്കേണ്ട ഒരു സാമാന്യ രാഷ്ട്രീയ നിലപാടെന്താ? നമ്മളൊരു വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തെ പഠിപ്പിക്കാൻ ഞാനാളല്ല, അദ്ദേഹത്തെ പഠിപ്പിക്കാൻ പറ്റിയ ആളുകൾ ഇപ്പോൾ BJP ക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് എത്തിപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷേ പൊതുസമൂഹത്തിനോട് ഞാൻ പറയുന്നു, ഒരു ചർച്ചയിൽ നമ്മളൊരു വിഷയത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കുന്ന വിഷയം, ആ വിഷയത്തെ സംബന്ധിച്ച് ആദ്യം ഒന്ന് പറയണ്ടേ. ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ M. ജയചന്ദ്രൻ സാറ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുള്ള ഒരു ചെറിയ മറുപടി അദ്ദേഹം കൊടുത്തു. ഏതായാലും നാം മനസ്സിലാക്കേണ്ട, അദ്ദേഹം വിപുലമായ കുറേ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവുണ്ട്. എന്താ ഉത്തരം? ആ ക്രമക്കേട് നടത്തിയതിൻ്റെ പേരിൽ ഇവിടെ അറസ്റ്റുണ്ടായി. അറസ്റ്റിലായവർ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടു. ആ അടയ്ക്കപ്പെട്ടവർ ശിക്ഷ അനുഭവിച്ചു. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ രാജ്യത്ത് ഈ കേരളം എന്നീ കൊച്ചു സംസ്ഥാനത്താണ് കേട്ടോ 3.5 ലക്ഷം PSC നിയമനങ്ങൾ നടന്നത്. എൻ്റെ കണക്കല്ല, കേരളത്തിൽ പുറത്തു വന്ന കണക്കാണ്. ഇനി ക്രമക്കേട് നടക്കുമെന്ന് ഭയന്നാണോ BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ PSC നിയമനമേ നടത്താത്തതെന്ന് അദ്ദേഹം പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു മുൻകരുതൽ രാജ്യത്തെ BJP പൊതുവിൽ സ്വീകരിച്ചിട്ടുണ്ട്. എങ്ങാനും PSC പരീക്ഷ നടത്തിയാൽ ക്രമക്കേട് സംഭവിച്ചാലോ. അതുകൊണ്ട് ക്രമക്കേട് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് UPSC നിയമനങ്ങൾ, SSB നിയമനങ്ങൾ, RRB നിയമനങ്ങൾ, സംസ്ഥാനങ്ങളിലെ PSC നിയമനങ്ങൾ ഒന്നും നടത്തേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനം അവരെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ 3.5 ലക്ഷം രാഷ്ട്രീയ നിയമനങ്ങൾ നടന്നു. ആ നിയമനങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും ക്രമക്കേട് കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് സമയബന്ധിതമായ അന്വേഷണം കേരളത്തിനകത്ത് നടന്നിട്ടുണ്ട്. കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇനിയും ക്രമക്കേടുകളുണ്ടെങ്കിൽ പുറത്തു വരട്ടെ, അന്വേഷിക്കട്ടെ. ഇപ്പോഴും ഒരു അന്വേഷണം നടക്കാണല്ലോ. അന്വേഷണത്തേക്ക് ആർക്കാന്നേ ഭയം? അത് ഒരു അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമാണ് അന്വേഷണം. ഇവിടുത്തെ പ്രശ്നം എന്താ? ഞാൻ വീണ്ടും ഇതൊക്കെ പറയുന്നത് വൃഥാവിലാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ പ്രശ്നം? ഗോകുൽ തന്നെ പറഞ്ഞ അവസാനം ഞാൻ തുടങ്ങാണ്. നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. 10 വർഷത്തിനിടയ്ക്ക് 152 പേപ്പർ ലീക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായി. ഞാൻ സ്ട്രേറ്റ് BJP പ്രതിയോട് ചോദിക്കുന്നു, ഈ 152 പേപ്പർ ലീക്ക് രാജ്യത്ത് 10 വർഷത്തിനിടയ്ക്ക് 11 വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ മഹാനായ പ്രധാനമന്ത്രി, നിങ്ങളുടെ BJP സംവിധാനം ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിൽ BJP രാജ്യം ഭരിക്കുമ്പോൾ ഈ 152 പേപ്പർ ലീക്കിന് ഉത്തരവാദിയായ ശിക്ഷിക്കപ്പെട്ട ഒരാളുടെ പേര് ഈ ചർച്ചയിൽ പറയാൻ BJPയുടെ പ്രതിക്കാവൂ? ഒറ്റ ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ ഈ ചർച്ച അവസാനിക്കും. 152 തവണ പേപ്പർ ലീക്ക് രാജ്യത്തുണ്ടായിട്ട് ഒരാളെ ശിക്ഷിച്ചിട്ടില്ല. കൺവിക്ഷൻ റേറ്റ് 0 0. ആന മൊട്ട. രാജ്യം ഭരിക്കുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള അതൊക്കെ ED, എൻഫോഴ്സ്മെൻറ്റ്, കസ്റ്റംസ്, NIA, CBI, ഇനി കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ അന്വേഷണ ഏജൻസിയും കൈപ്പിടിയിലാക്കി വെച്ച്. പണ്ട് UPA ഭരിച്ചപ്പോൾ തത്തയുടെ കൂട്ടിൽ CBI മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ എരുമത്തൊഴുത്തിലും പശുത്തൊഴുത്തിലുമായി എല്ലാ അന്വേഷണ ഏജൻസികളും ഉണ്ട്. ആ അന്വേഷണ ഏജൻസികളെല്ലാം കയ്യിലുണ്ടായിട്ട് ഈ 152 തവണ പേപ്പർ ലീക്ക് ഉണ്ടായിട്ട് ഒരാളെ ശിക്ഷിച്ചോ? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഗവൺമെൻറ്റിനോട് ചോദ്യം വരുന്നത്. അവിടെയാണ് നിശബ്ദമായൊരു ഗവൺമെൻറ്റിനെ രാജ്യത്തെ മനുഷ്യർ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ ഈ സമരത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കും? ഈ അപവാദ പ്രചരണങ്ങളാണല്ലോ. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ മറ്റ് വിഷയങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുക. ഒന്ന്, വിദ്യാർത്ഥികളെ, സമരം ചെയ്യുന്നവരെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുക. ഈ സ്ക്രീനിൽ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ടിലുണ്ടല്ലോ. എന്തായിരുന്നു 2014-ലും 2019-ലും 2024-ലും അധികാരത്തിലേക്ക് എത്താൻ നരേന്ദ്രമോദിയുടെ ടാഗ് ലൈൻ? ഒരുപാട് ടാഗ് ലൈൻ ഉണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ ഓർക്കുന്നത് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, പെൺകുട്ടികളെ രക്ഷിക്കൂ, പെൺകുട്ടികളെ പഠിപ്പിക്കൂ. സാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഡൽഹിയുടെ തെരുവോരത്ത് അടിയേറ്റു വാങ്ങിയതിൽ 100 കണക്കിനായ പെൺകുട്ടികളുണ്ടായിരുന്നു സാർ. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അവരെ എങ്ങനെ തീവ്രവാദി എന്ന് വിളിക്കും? ഞാൻ അതിശയിച്ചു പോവാണ്. ഞാൻ ഇപ്പോൾ വരുന്നൊരു പ്രക്ഷോഭത്തിൽ നിന്നാണ്, മാനവീയം വീതിയിൽ. സമയമുണ്ടെങ്കിൽ അതുവഴി പാസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. എത്ര പെൺകുട്ടികളാണ്, എത്ര വിദ്യാർത്ഥികളാണ് ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരാഹ്വാനമില്ലാതെ മാനവീയം വീതിയിൽ ഇപ്പോൾ ഈ നിമിഷം നാം ഈ ചർച്ച നടക്കുന്ന നിമിഷം സംഘടിച്ചിരിക്കുന്നത്. എന്തേ ഇങ്ങനെ വിദ്യാർത്ഥികൾ വരുന്നു? എന്തേ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇതിനെതിരെ പ്രതികരണം വരുന്നു? നിങ്ങൾ ചിന്തിക്കണ്ടേ? ആത്മപരിശോധന നടത്തണ്ടേ? എന്തേ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ പ്രതികരണം വരുന്നു? രാജ്യത്തെ വിദ്യാർത്ഥികൾ അരക്ഷിതരാണ്. ഇത്രയും വലിയ പേപ്പർ ലീക്കുകൾ രാജ്യത്തുണ്ടാകുമ്പോൾ ആ പേപ്പർ ലീക്കുകളിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. NDAക്ക് വേണ്ടി ഈ രാജ്യത്തിനകത്ത് ഏറ്റവും വലിയ സഹായം പിൻവാതിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുറ്റക്കാർക്കായ ഉദ്യോഗസ്ഥർക്കെതിരെ
ഒരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന ഇവരെ സംരക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭിച്ച് സമരമായി തെരുവിലേക്ക് ഇറങ്ങുന്നത് വെറുതെയല്ല, അവരുടെ ഭാവിയെ കരുതിയാണ്. ഇനി നേരിട്ട് വേറൊരു കാര്യം ചോദിക്കാം. നിങ്ങൾ 22 ലക്ഷം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ ജയചന്ദ്രൻ സാറിൻ്റെ ചോദ്യത്തിന് തുടർച്ചയാണ്. 22 ലക്ഷം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതിയാൽ ആ പരീക്ഷയുടെ ഭാഗമായി അഡ്മിഷൻ കിട്ടുന്നത് വളരെ ചെറിയ ശതമാനത്തിലാണ്, കൂടിപ്പോയാൽ 10%. ബാക്കി 90% ഈ നീറ്റിൻ്റെ ഭാഗമായി അഡ്മിഷൻ കിട്ടില്ല കേട്ടോ. ഇപ്പോൾ എന്താ ഈ വർഷം സംഭവിച്ചേ? ഈ വർഷം ഇതുവരെ അഡ്മിഷൻ പ്രൊസീജിയർ ആരംഭിച്ചിട്ടില്ല. മറ്റ് പല സർവകലാശാലകളുടെയും അഡ്മിഷൻ പൂർത്തിയാക്കപ്പെട്ടു. അതാണ് പ്രശ്നം. നമ്മളിപ്പോഴും ആ ഗൗരവമുള്ള പ്രശ്നത്തിലേക്ക് അത്ര ചർച്ച വന്നിട്ടില്ല. ആ ചർച്ചയിലേക്ക് ഇനി പോകാൻ പോകുന്നേ ഉള്ളൂ. രാജ്യം നിങ്ങളുടെ മുന്നിൽ ഇനിയും ചോദ്യങ്ങൾ ഉയരാൻ പോകുന്നതേ ഉള്ളൂ. പല കോഴ്സുകളും പൂർത്തിയാക്കപ്പെട്ട അഡ്മിഷൻ, ആ പൂർത്തിയാക്കപ്പെട്ട അഡ്മിഷനിൽ ഈ പരീക്ഷയിൽ മാർക്ക് അല്പം കുറഞ്ഞതിൻ്റെ പേരിൽ അഡ്മിഷൻ കിട്ടാവുന്ന വിദ്യാർത്ഥികൾ എവിടെ പോകും പഠിക്കാൻ? അവർക്ക് പഠിക്കാൻ എവിടെയാണ് സംവിധാനമുള്ളത്? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പല സർവകലാശാല അഡ്മിഷൻ്റെ അവസാന രംഗത്തേക്ക് എത്തി. കേരളത്തിലെ സർവകലാശാലകൾ തേർഡ് അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് കടന്നു. എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടേക്കാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത്? എന്ത് വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിപ്പെടാൻ പോകുന്നത്? ഈ 22 ലക്ഷം വിദ്യാർത്ഥികൾ, ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ഈ അധ്യയന വർഷം പഠിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ആശങ്കയിൽ നിൽക്കുകയാണ്. അപ്പോഴും ഇവർക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താ? സമരത്തിന് പിന്നിലാര് മുന്നിലാര്, അല്ലേ? ഇതല്ലേ ഇവരുടെ ചർച്ച. സമരത്തിൻ്റെ പിന്നിലാര് മുന്നിലാര്. ഇപ്പോൾ സമരത്തിൻ്റെ പിന്നിൽ കേന്ദ്രമന്ത്രി JP നദ്ദ ആരെ പിടിക്കണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമരത്തിൻ്റെ പിന്നിൽ മറ്റൊരു കേന്ദ്രമന്ത്രി ആരെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി ക്ഷണം ഇങ്ങനെ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ചർച്ചയില്ല, ഒരു നടപടിയുമില്ല, ഒരു തീരുമാനവുമില്ല, ഒരു മാറ്റവുമില്ലെന്ന് പ്രഖ്യാപിച്ചവർ ഇപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഓടി നടക്കും. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ രാജ്യത്ത് പാർലമെൻറ്റിൽ നീറ്റ് പരീക്ഷാ സംവിധാനം NDA ഉടച്ചു വാർക്കുന്നുള്ള നിയമം ഇപ്പോൾ എണ്ണിച്ചുട്ടപ്പം പോലെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം സമയമേ ഉണ്ടായി. അത് തന്നെയാണ് ശിവപ്രസാദ്. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാനൊന്ന് കൂട്ടിച്ചേർക്കുക. അതായത് ഇവിടെ ഗോകുൽ വലിയ വായിൽ പറഞ്ഞല്ലോ NDAയുമായി ബന്ധപ്പെട്ട് നീറ്റ് ക്രമക്കേടൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന്. ഒരൊറ്റ കാര്യം കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഈ NDA എന്ന് പറയുന്ന സംവിധാനത്തിൽ അവിടെ 39 ജീവനക്കാരുണ്ട്, 72ഓളം കരാർ ജീവനക്കാർ വേറെയുണ്ട്. അതിൽ 39 പേരിൽ 15 പേരുടെ തസ്തിക എപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരു പെർമനൻ്റ് തസ്തിക ഈ NDAയിലുണ്ടോ ഗോകുലെ? പെർമനൻ്റ് പോസ്റ്റ്. അതായത് കഴിഞ്ഞ നിങ്ങൾ 2018 ഈ 18 വർഷത്തിലാണല്ലോ ഈ NDA സംവിധാനം കൊണ്ടുവരുന്നത്. അതിനുശേഷം 6.5 കോടി വിദ്യാർത്ഥികൾ ഇതുവഴി പരീക്ഷ എഴുതി. ഒരൊറ്റ സ്ഥിരം തസ്തിക എവിടെയില്ല. കരാർ നിയമനം, അതിൽ തന്നെ 39 പേര് ഡെപ്യൂട്ടേഷനിൽ, അതിൽ 15 തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നു. ഇത്ര നിരുത്തരവാദപരമായാണ് കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇപ്പോൾ ശിവപ്രസാദും ജയചന്ദ്രനും പറയും. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ചേർത്തിട്ട് ഗൂഗിളിന് ചേർത്ത് പറയാം. അപ്പോൾ അങ്ങ് പറഞ്ഞതിന് സപ്ലിമെൻ്റ് ചെയ്ത് പറയുകയാണ്. ഗൂഗിളിന് വിശാലമായി മറുപടി പറയാൻ വേണ്ടി ഒരു തല ഒരുക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് NDA ചെയ്യുന്നതെല്ലാം സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ്. NDA ഈ പരീക്ഷകളെല്ലാം സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ്. ആർക്കാ സബ് കോൺട്രാക്ട് കൊടുക്കുന്നത്? ഏറ്റവും നല്ല പെർഫെക്റ്റും പ്രോംപ്റ്റുമായി ഈ പരീക്ഷ നടത്തുന്ന ഏജൻസിക്കാണോ? RSSന് ഏറ്റവും വിശ്വാസ്യതയുള്ള, അവർക്ക് അഴിമതി പണം കോഴയായി കൊടുക്കുന്ന ഏജൻസികൾക്ക് ടെൻഡറിൽ ഉൾപ്പെടെ ക്രമക്കേട് നടത്തി ഈ എഗ്രിമെൻറ്റ് കൊടുക്കുകയാണ്. TCS ഉൾപ്പെടെ മത്സരിച്ച ഒരു ടെൻഡറിൽ TCSന് കൊടുക്കാതെ കോംറ്റ് പോലെയുള്ള ഒരു പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേടിന് കരിമ്പട്ടിയിൽ ഇതിനെ ഉൾപ്പെടുത്തി OSM പരിശോധിക്കാൻ, OSMന് വേണ്ടിയിട്ടാണ്. CBSE ആദ്യമായി OSM ഉൾപ്പെടുത്തി നമ്മൾ കണ്ടാണല്ലോ. 17 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ +2 പരീക്ഷ. ആ +2 പരീക്ഷയുടെ OSM ഓൺ സ്ക്രീൻ മാർക്കിംഗ് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നു, അയക്കുന്നു. പരീക്ഷ പേപ്പർ ചോദ്യ പേപ്പർ അധ്യാപകർ പരിശോധിക്കും, ആൻസർ പേപ്പർ അധ്യാപകർ പരിശോധിക്കുന്നു. അപ്പോൾ മാർക്ക് വരും. നല്ല സ്വപ്നം, ഗാന്ധി സ്വപ്നം കണ്ട കിനാശിന് നല്ല സ്വപ്നം. പക്ഷെ എന്താ സംഭവിച്ചത്? TCS ഉൾപ്പെടെ മത്സരിച്ച ടെൻഡറിൽ ടെൻഡർ ക്വാളിഫിക്കേഷനിൽ വ്യത്യാസം വരുത്തി TCS ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ ഏജൻസികൾക്ക് കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ കോംറ്റിനെ ഏൽപ്പിച്ചു. എന്നിട്ടോ തെലങ്കാനയിലും കേരളത്തിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കരിമ്പട്ടികയിൽപ്പെടുത്തിയ കോംറ്റ് നടത്തിയ പരീക്ഷാ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നതേ രാജ്യത്തെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയോ NIAയോ CBIയോ ഒന്നും അല്ല. 17 വയസ്സുള്ള സാർത്ഥക് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ ഉത്തരവുകൾ മുഴുവൻ പരിശോധിച്ച് ആ ഉത്തരവിനകത്തെ ക്രമക്കേട് നവമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട് ആ ചെറുപ്പക്കാരനെ അവസാനം പാർലമെൻറ്റ് കമ്മിറ്റിക്ക് മുമ്പിൽ വിളിച്ചു വരുത്തേണ്ടി വന്നു. എവിടെ?
പെഗാസിസ് ഉൾപ്പെടെ ചാര സോഫ്റ്റ്വെയർ ആര് നമ്മൾ എവിടെ തിരിയുന്നു, നമ്മൾ ആരോട് മിണ്ടുന്നു, നമ്മൾ ആർക്ക് മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ എവിടെയാണ് പോകുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ ഏതെങ്കിലും മറ്റ് രാജ്യങ്ങൾ ആളുകളുമായി സൗഹൃദമുണ്ടോ എന്നെല്ലാം ദൈനംദിനം നിമിഷാനിമിഷം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളും കൈയാളുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒരു 17 വയസ്സുകാരൻ പഠിപ്പിക്കുന്ന കാഴ്ച ഈ രാജ്യത്ത് കണ്ടത് ഈ പരീക്ഷ നടത്തുമായി ബന്ധപ്പെട്ട. ശരി അല്ലേ? ഒരു ശിവപ്രസാദ്, ഗോകുൽ വല്ലാതെ ഉത്തരം പറയാൻ മുട്ടുന്നുണ്ട്, മറുപടി പറയാൻ. ഗോകുലെ, ചോദ്യം വളരെ ലളിതമാണ്. എന്താണ് ഈ NTA എന്ന് പറയുന്ന സംവിധാനം? എന്തിനാണ് നിങ്ങൾ ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ എന്തായാലും ഗോകുൽ സമ്മതിച്ചിട്ടുണ്ട് NTA ഈ നീറ്റ് പരീക്ഷ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നുള്ളത്. ക്രമക്കേടിന് ഉത്തരവാദി ആരാണ്? NTA എന്ന് പറയുന്ന പരീക്ഷാ സംവിധാനം. ആ NTA രൂപീകരിച്ചത് ആരാണ്? മോദി സർക്കാർ. ആ മോദി സർക്കാരിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നീറ്റിൻ്റെ ചുമതല ആർക്കാണ്? ഈ NTAയുടെ ചുമതല ആർക്കാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. ഇത്രയേ ഉള്ളൂ വിഷയം. പിന്നെന്തിന് രാജിവെക്കണ്ടേ ധർമ്മേന്ദ്ര പ്രധാൻ? ഇവിടെ പ്രിയപ്പെട്ട അവതാരകൻ ഒരു മുട്ടലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. മറുപടി പറയുമ്പോൾ അതിൽ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നത് ആരാണെന്ന് ഇത് കാണുന്ന പ്രേക്ഷകർ കാണുന്നുണ്ട്. NTAയുമായി ബന്ധപ്പെട്ടും നീറ്റുമായി ബന്ധപ്പെട്ടുമാണ് നിങ്ങളുടെ ചർച്ച, ശരിയാണ്. പക്ഷേ അതിന് സമാനമായ സാഹചര്യങ്ങളെ അതിനെ മുൻനിർത്തി അഭിപ്രായം പറഞ്ഞാൽ അത് സർക്കാസ്റ്റിക്കായിട്ട് തമാശ കളിച്ച് നിങ്ങൾ വിടുന്നത് അതൊരു മര്യാദയുള്ള രീതിയല്ല എന്ന് ഞാൻ പറയട്ടെ. ഇവിടെ നമ്മൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാർ പറഞ്ഞു കഴിഞ്ഞു. എന്താ മറുപടി? ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് കൃത്യമായി വന്ന് പറയുകയല്ലേ, പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, പിശകുകൾ ഉണ്ടായിട്ടുണ്ട്, അത് പരിഹരിക്കപ്പെടും. നിലവിൽ അതിന് പരിഹാര മാർഗങ്ങൾ തേടുകയാണ്. കേന്ദ്ര ക്യാബിനറ്റ് അത് ചേരും. ക്യാബിനറ്റ് ചേർന്ന് നിലവിൽ ഇതിൽ ആത്മഹൂതി നടത്തേണ്ടി വന്ന വിദ്യാർത്ഥികൾ, ഇതിൽ പ്രതിസന്ധിയിലാകപ്പെട്ട വിദ്യാർത്ഥികൾ, അവർക്കുള്ള പരിഹാരത്തിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പക്ഷേ ഇവിടെ നമ്മൾ സംസ്ഥാനത്ത് കേരളത്തിൽ നടക്കുന്ന സമരങ്ങളെക്കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും പറയേണ്ടി വരുന്നത് ഈ പറയുന്ന ഇടത് സംവിധാനങ്ങൾ ഏറ്റവും കൂടുതലുള്ളതും തൊട്ട് കഴിഞ്ഞ മാസങ്ങൾ വരെ ഇവിടെ അധികാരത്തിൽ ഇവരിരുന്നതും കേരളത്തിലായതുകൊണ്ടാണ്. പ്രിയപ്പെട്ട അവതാരകൻ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇവരുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് BJPയെ കുറ്റം പറയുന്നത് പോലെ സംസ്ഥാന വ്യാപകമായി രാജ്യവ്യാപകമായി എനിക്കും നിങ്ങളെ കുറ്റം പറയാമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം കൂടി ഞാൻ പറയുകയാണ്. ഇവിടെ SFIയുടെ പ്രതിനിധി കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഞാനും ഇവിടെ ഇപ്പോൾ ഈ സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് എത്തുന്നത് PSCയുമായി ബന്ധപ്പെട്ട് വലിയൊരു സമരം യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ നേതൃത്വം കൊടുത്തിട്ടാണ്. ആ സമരത്തിൽ കൃത്യമായി യുവമോർച്ച മുന്നോട്ട് വെച്ച BJP മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഡൽഹി സമരത്തിൽ അവർ രാജ്യവ്യാപകമായി ഉന്നയിക്കുന്ന നീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അതിന് സമാനമായ വിഷയങ്ങൾ PSCയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ അതിനെ മുൻനിർത്തിയാണ് നമ്മൾ സമരം നടത്തുന്നത്. എല്ലാം ശരി. പക്ഷേ ഇവിടെ നിങ്ങൾ എന്താ പറയുന്നത്? ഈ നീറ്റ് ആണോ ഇപ്പോൾ ആ സമരത്തിൻ്റെ വിഷയം? എങ്ങനെ 370-ാം വകുപ്പ് എടുത്തു കളയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ വിഷയമായി വരുന്നു? ഇവിടെ ഫോറിൻ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് അത് എടുത്തു കളയണം, അതിൻ്റെ അമെൻമെൻറ്റ് എടുത്തു മാറ്റണം എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ എങ്ങനെയാണ്, മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് വരുന്നത്? എങ്ങനെയാണ് ഫോറിൻ ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യുകയും NGOകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രമവിരുദ്ധമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കുകയും ചെയ്ത NGOയുടെ നേതാക്കന്മാർ വന്ന് ഈ സമരത്തിന് അഭിവാദം ചെയ്തു പോകേണ്ട സാഹചര്യവും ഇതിൽ ഭാഗമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് ഒരു തർക്കവിതർക്കങ്ങളില്ലാതെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും, BJPക്കും സർക്കാരിനും പറയാൻ വേണ്ടി കഴിയും, ഈ നീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കകളിൽ പ്രതിസന്ധികളിൽ ഞങ്ങൾ ഒരു ന്യായവും മുന്നോട്ട് വയ്ക്കുന്നില്ല. ഇപ്പോൾ ശിവപ്രസാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾക്കകത്ത് ചില പിശകുകളുണ്ട്. അത് പരിഹരിക്കണ്ടേ? അത് നിങ്ങൾ പ്രശ്നമാണെന്ന് പറയുമ്പോൾ സമരം നടക്കുന്നു, കുട്ടികൾ സമരം ചെയ്യുന്നു, ചെയ്യട്ടെന്നേ, അവരുടെ അവകാശമല്ലേ. വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു, അതിനെ അവർ CJP എന്നാണെന്നോ വേറെ ഏതെങ്കിലും പേരിട്ടാണെന്നോ അവർ സമരം ചെയ്യട്ടെന്നേ. ഈ സമരത്തെ രാഷ്ട്രീയ ലാക്കിന് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് എങ്ങനെ പോകാൻ വേണ്ടി കഴിയും? ഈ രാജ്യത്ത് സ്വന്തം മണ്ഡലത്തിലുൾപ്പെടെ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ഈ ഒരു അഭിപ്രായങ്ങളും പറയാത്ത രാഹുൽ ഗാന്ധി മുജേ മാരോ എന്ന് പറഞ്ഞ് ആക്രോശം നടത്തിക്കൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തിയത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടല്ലേ?
അപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന്, ഇന്ത്യയുടെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വീണ് കിട്ടിയ ഒരു അവസരം, ഈ കുട്ടികൾക്ക് സർക്കാർ സ്വാഭാവികമായിട്ടും നീതിയുക്തമായി ചെയ്തു കൊടുക്കാനിരിക്കുന്ന കാര്യങ്ങൾ അത് തങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായി കിട്ടിയതാണെന്ന് മേനി നടിക്കാനുള്ള ഒരു നുഴഞ്ഞുകയറ്റമാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാർ സമയപരിമിതിയുണ്ട്. ഞാൻ കാര്യം പറയട്ടെ, നമുക്ക് ചർച്ചയിൽ എല്ലാവർക്കും അവസരം കിട്ടുന്നുണ്ട്. ഗോകുൽ പറഞ്ഞ വിഷയം വളരെ കൃത്യമായി ഗോകുൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ, അല്ല ചർച്ചയിൽ അല്ല ഗോകുൽ സമയപരിമിതിയുണ്ട്. ഗോകുൽ ഞാൻ പറയട്ടെ, ജയചന്ദ്രൻ സാറ് നേരത്തെ ഈ NDA പരീക്ഷയുമായി ബന്ധപ്പെട്ട്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് താങ്കൾ ചില കണക്കുകൾ അവതരിപ്പിച്ച് തുടങ്ങുകയും ചെയ്തിരുന്നു. ഈ 22 ലക്ഷവും അതിൻ്റെ കണക്കുകളും താങ്കൾ പറഞ്ഞു വളരെ ചെറിയ ശതമാനത്തിന് മാത്രമാണ് കിട്ടുക. അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറയാം. അതായത് 2022 ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ ഒരു കമ്പനിയുണ്ട്, ഇക്വിറ്റി കരിയർ ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനി. ഇക്വിറ്റി കരിയർ ടെക്നോളജീസ് ഈ കമ്പനിക്ക് തന്നെയാണ് 2024-26 ഈ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കമ്പനിക്ക് ഈ പരീക്ഷാ കരാർ കൊടുത്തിരിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ആൾക്കാർ എന്താണ് കരുതുക അതിനകത്ത്? എന്തിന് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കമ്പനിക്ക് ഈ കരാർ കൊടുത്തു? നേരത്തെ ഞാൻ പറഞ്ഞ 1,30,000 കോടിയുടെ ഇടപാട് നടക്കുന്ന ഒരു സംഭവം. ഇവിടെ ഗോകുൽ ഗോപിനാഥ് വളരെ കൃത്യമായി തന്നെ ചർച്ച വഴിതിരിച്ചു വിടാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ചർച്ചയിലേക്ക് തന്നെ മടങ്ങി വരുന്നത് NDA എന്ന് പറയുന്ന പരീക്ഷ എന്തിന്, ആർക്ക് വേണ്ടി നടത്തി, ആർക്ക് ക്രമക്കേട് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം കൊണ്ടുവന്നത്? ആ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജ്യം, അതിലേക്ക് തന്നെ വരേണ്ടതില്ലേ ഈ വിഷയം? ഇപ്പോൾ ഒടുവിലെങ്കിലും ഗോകുൽ ഗോപിനാഥ് സമ്മതിക്കുന്നുണ്ട്, ഈ പ്രശ്നമുണ്ട്, വിദ്യാർത്ഥികൾ സമരം ചെയ്യട്ടെ. ആദ്യം അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നില്ല, സമരം ചെയ്യുന്നവർക്ക് പിന്നിൽ ആളുകൾ ഉണ്ടായിരുന്നു, വേറെ ആളുകൾ നുഴഞ്ഞു കയറി. എന്തായാലും ആ നിലപാടിൽ നിന്നാലും ഗോകുൽ ഗോപിനാഥ് ഇപ്പോൾ ആ നിലപാട് മാറ്റിയിട്ടുണ്ട്. ശ്രീ ജയചന്ദ്രൻ. സിജു, ഇതില് സമയക്കുറവായത് കാരണം നമ്മള് പ്രശ്നങ്ങൾ പരമാവധി ഒതുക്കി വേഗം പറയേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് പറയുകയാണ്. പിന്നെ ഗോകുൽ ഇപ്പൊ പറഞ്ഞത് കുട്ടികൾ സമരം ചെയ്യട്ടെ എന്ന്, എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ പുട്ടന്റെ പീര പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ആർട്ടിക്കിൾ 370 പ്രശ്നം, മറ്റു പല കാര്യങ്ങളൊക്കെ രാഷ്ട്രീയം പറയുമെന്ന്. എന്താണ് തർക്കം? എന്താണ് ഈ 20-ാം തീയതി നിങ്ങൾ അവിടെ കാണിച്ച എന്താണെന്ന് അറിയുമോ ഗോകുൽ നിങ്ങൾക്ക്? ഇപ്പോ ശിവപ്രസാദിന്റെ മര്യാദ ഉണ്ടായിരിക്കാം, എനിക്ക് അത്രയും മര്യാദ പാലിക്കാൻ പറ്റുന്നില്ല ഇത്ര ഒരു ചർച്ചയിൽ. പിന്നെ ആ പെൺകുട്ടികൾക്ക് നേരെ, ആ കുഞ്ഞുങ്ങൾക്ക് നേരെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പോലീസ് തെമ്മാടിത്തരം എന്നല്ലാതെ അതിന് മറ്റൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. ലാത്തിയിൽ ആണി തറച്ച് അതുകൊണ്ട് അടിക്കുക, എന്നിട്ട് പെല്ലറ്റ് വായിക്കുക, ഇതിനൊക്കെ ശേഷം കാണിച്ച യഥാർത്ഥ തെമ്മാടിത്തരം എന്താണെന്നറിയാം? മൊളസ്റ്റേഷൻ. ആ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി ഈ പോലീസുകാർ. നിങ്ങൾക്കറിയില്ലേ? അത് അറിയില്ലേ? പിന്നെ ചെറിയ കാര്യമാണോ പിന്നെ അവിടെ കാണിച്ചത്? പോലീസുകാരെ നിർദ്ദേശമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഗോകുൽ? ചെയ്യില്ല, പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആരാണ്? രാഷ്ട്രീയ യജമാനന്മാർ. ഇതിനാണോ നിങ്ങൾ പോലീസിനെ ഡൽഹിയിൽ വിന്യസിക്കുന്നത്? ആണോ? അതാണെങ്കിൽ അത് ഒരു കാര്യം കൂടി ചർച്ചയിൽ ഓർപ്പിക്കുകയാണ്. പിന്നെ 2020 കർഷക മഹാപ്രക്ഷോഭം ആരംഭിച്ചപ്പോ നരേന്ദ്രമോദി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. കൊറോണ കാലമാണ്, കോവിഡിന്റെ കാലമാണ്. അദ്ദേഹം പറഞ്ഞു, പഞ്ചാബിലെ ഏതാനും കർഷകർ ചേർന്ന് നടത്തുന്ന പരിപാടിയാണിത് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഏതാ? പഞ്ചാബിലെ കർഷകരുടെ സമരമാണത്രേ അത് എന്ന് പറഞ്ഞ ആളാണ് മോദി. അത് പഞ്ചാബിൽ നിന്ന് പിന്നെ UP-യിലേക്കും ഹരിയാനയിലേക്കും ഡൽഹിയുടെ ഉൾഭാഗങ്ങളിലേക്കും പിന്നെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പടർന്നപ്പോഴാണ് അതിന്റെ വേവ് മനസ്സിലായത്, ചൂട് മനസ്സിലായപ്പോ എന്ത് ചെയ്യേണ്ടി വന്നു? കരിനിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. ഇല്ലേ? അത് നിങ്ങളുടെ പിന്നെ പാർട്ടി നയിക്കുന്ന ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിക്ക് തിരുത്തേണ്ടി വന്ന നടപടികൾ ഇന്ത്യൻ ജനത കാണിച്ചു കൊടുത്തതാണ്. ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? സിജു, ഞാൻ പിന്നെ ഈ ഫ്ലോറിൽ വെച്ച്, കേരളയുടെ ഫ്ലോറിൽ വെച്ച് പറയുകയാണ്, ഈ സമരം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടരുകയാണ്. അത് ഈ രഹസ്യമായിട്ടൊന്നുമല്ല, പരസ്യമായി തന്നെ അത് പടരുകയാണ്. പല നിലയിൽ പല തലങ്ങളിലുള്ള സംഘടനകൾ ഏറ്റെടുക്കുകയാണ്. കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പോ എത്രയോ പേരാണ് ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്ന ഓരോ ദിവസവും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന BJP കാണുന്ന മാനങ്ങളിലൊന്നും അല്ല ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇതെല്ലാം അങ്ങ് പരിഹരിച്ചേക്കും എന്ന് പറഞ്ഞ് ഒഴിയാനും കഴിയില്ല ആർക്കും. അത് പിന്നെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും രാജ്യത്തോട്. ഞാനൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടെ. അതായത് ശ്രീ ജയചന്ദ്രൻ,
ഈ പറഞ്ഞല്ലോ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ സമരം നടത്തുന്നവർക്കെതിരെ, ആ ക്രൂരമായ ആക്രമണങ്ങൾ നേരിട്ട വിദ്യാർത്ഥികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം അടക്കം പ്രയോഗിക്കുന്നതായിരുന്നു അവരുടെ നിലപാട്. ഒറ്റ ദിവസം കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് മാറി മറിയുകയായിരുന്നു. ശിവപ്രസാദ്, ഏതായാലും നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മഹിളാ മോർച്ചയുടെയും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ BJP നേതാവിൻ്റെ മകൻ അടക്കം പറഞ്ഞ കാര്യങ്ങളോട് കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഒരുപക്ഷെ ചർച്ചയുടെ തുടക്കത്തിൽ ശിവപ്രസാദ് ഉണ്ടായിരുന്നില്ല. അതായത് മുരളി മനോഹർ ജോഷി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദയാരഹിതമാണ്, ഇത് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല, എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണം. പറയുന്നത് ആരാണ്? BJPയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയായ തലമുതിർന്ന പഴയ BJPയുടെ അധ്യക്ഷൻ, പഴയ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു മനോഹർ ജോഷി. അദ്ദേഹത്തിന് വരെ പറയേണ്ടി വരുന്നു, ഈ മണ്ണിളങ്ങി തുടങ്ങുന്നത് അവരുടെ ചുവട്ടിൽ നിന്ന് കൂടിയാണെന്ന് മനസ്സിലാകുന്നുണ്ടോ ഈ ഗോകുൽ എന്ന് എനിക്കറിയില്ല. ശിവപ്രസാദേ, ഇത് ഒരു അസാധാരണമായ സാഹചര്യമാണ് BJPയെ സംബന്ധിച്ച്. ശരിക്കും അവരുടെ കമ്മിറ്റികളിൽ ആ ചർച്ച ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. എനിക്കറിഞ്ഞുകൂടെ, അവരുടെ അത് ആഭ്യന്തര വിഷയമാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയൊരു പശ്ചാത്തലമുണ്ട്, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. 2012 വരെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്കും അറിയാതിരുന്ന ഒരു മുഖ്യമന്ത്രിയെ 2014 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP അവതരിപ്പിക്കുമ്പോൾ ആ 2 വർഷക്കാലം രാജ്യത്തെമ്പാടും മാധ്യമങ്ങളെ വിലക്കെടുത്തും നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തിയ വളരെ വലിയൊരു PR ക്യാമ്പയിനുണ്ട്. മാധ്യമങ്ങളിൽ പൊതുസമൂഹത്തിനിടയ്ക്ക് ഹെലികോപ്റ്ററിൽ ഉൾപ്പെടെ പറന്ന് നടത്തി ക്യാമ്പയിൻ നടത്തിയെല്ലാം നമ്മുടെ എല്ലാം മുന്നിൽ ചിത്രങ്ങളുണ്ട്. അന്ന് തൊട്ട് ഏതാണ്ട് 2026 ഈ സമരം ആരംഭിക്കുന്നത് വരെ രാജ്യത്തെ പൊതുവായ മാധ്യമ സംവിധാനങ്ങൾ നിങ്ങൾ നോക്കിയാൽ ആ മാധ്യമ സംവിധാനങ്ങളിലൂടെ BJP അനുകൂലമായ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുന്നതാണ് എനിക്ക് നിങ്ങൾ കാണാൻ കഴിയുന്നത്. ഫേസ്ബുക്ക് എടുത്താൽ, മറ്റ് നവമാധ്യമങ്ങൾ എടുത്താൽ, ആ നവമാധ്യമങ്ങളിലെല്ലാം വളരെ സാങ്കേതികം ഉപയോഗിച്ച് PR ഏജൻസികൾ വഴി BJPയുടെ പൊളിറ്റിക്സ് വളരെ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം നന്നായി ഉപയോഗിക്കുന്നവരാണ്, BJP പ്രതിനിധി ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്നു നോക്കിയാൽ ഒരാഹ്വാനവുമില്ലാതെ ഇവർ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യുന്നതിനപ്പുറമായി പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളുണ്ടല്ലോ, നല്ല ആത്മാഭിമാനത്തോടെ അവരുടെ ജീവിതാനുഭവങ്ങൾ, വിദ്യാഭ്യാസ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മാധ്യമ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ നമ്മൾ പഴയകാല ജയചന്ദ്രൻ സാറൊക്കെ ഇരിക്കുന്നു, പഴയകാല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്കില്ല. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പാപഭാരവും ഇല്ലാതെ ആഞ്ഞടിക്കുകയാണ് രാജ്യത്തെ വിദ്യാർത്ഥികൾ ഈ ഭരണ സംവിധാനത്തിൽ. വെറുതെ തുറന്നു നോക്കിയാൽ മതി. തീവ്രവാദി എന്നും ദേശദ്രോഹി എന്നും വിളിച്ചാൽ എന്താണ് പുതിയ കാലത്തെ വിദ്യാർത്ഥികളുടെ മറുപടി എന്ന് ആ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ ഇവർക്ക് ബോധ്യപ്പെടാറുണ്ട്. വേണമെങ്കിൽ വിളിക്കുന്ന എല്ലാവർക്കും അത് ഭാഗമാക്കി എടുക്കാം. ഞാൻ ഈ ചാനൽ ചർച്ചയിൽ അത് ആവർത്തിക്കുന്നില്ല, നമ്മുടെ ചാനൽ ചർച്ചയാണല്ലോ, നമ്മൾ എല്ലാവരും കാണുന്നതാണല്ലോ. അപ്പോൾ ആരാണ് തീവ്രവാദി, ആരാണ് ഭീകരവാദി എന്നൊന്നും ഇപ്പോൾ ഏതായാലും BJP സുഹൃത്തുക്കൾ, മലയാളം അറിയാവുന്ന BJP സുഹൃത്തുക്കളെങ്കിലും ചോദിക്കാത്തതിൽ ഈ നവമാധ്യമ പ്രതികരണങ്ങൾ വലിയ നിലയിൽ പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നതിൽ എനിക്ക് ആത്മാഭിമാനവും സന്തോഷമുണ്ട്. ആ തലമുറയുടെ ഭാഗമായതിൽ എനിക്ക് ആത്മാഭിമാനം സന്തോഷമുണ്ട്. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രവും അതോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ വഹിച്ച ചരിത്രവും ഇവർ ചെയ്യാതിരുന്ന കാര്യങ്ങളുമൊക്കെ വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് എടുക്കും. ഒറ്റ വാചകത്തിലല്ലേ ആരാ തീവ്രവാദിയെന്നും ആരാണ് ദേശദ്രോഹികളുള്ള മറുപടി ഈ നാട്ടിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഇവർ കൊടുത്തത്? മിണ്ടാട്ടില്ലല്ലോ. ആരാ മോഡി? മർഡർ ഓഫ് ഇന്ത്യൻ ഡെമോക്രസി രാജ്യത്തെ വിദ്യാർത്ഥികൾ വിളിച്ച മുദ്രാവാക്യാണെന്നേ. മർഡർ ഓഫ് ഇന്ത്യൻ ഡെമോക്രസിയാണ് മോഡി എന്ന് വളരെ മനോഹരമായ മോഡിയുടെ പേരിന് ഇലാബറേഷൻ കൊടുത്തത് രാജ്യത്തെ വിദ്യാർത്ഥികളാണ്. അക്ഷരാർത്ഥത്തിൽ ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കേട്ടോ. രാജ്യത്തെ BJP അക്ഷരാർത്ഥത്തിൽ ഈ നവമാധ്യമത്തിലെ വിദ്യാർത്ഥികളുടെ, ജനങ്ങളുടെ, പൊതുസമൂഹത്തിൻ്റെ വിപ്ലവത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുക. കാര്യം എന്താ? ഇത് മുഴുവൻ ക്യാപ്റ്റീവായി വെച്ചിരുന്നത് BJP ഹാൻഡിലുകളാണ്. ഇത് മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് BJP ആണ്. BJP നിയന്ത്രിച്ചിരുന്ന നവമാധ്യമ ഹാൻഡിലുകൾ അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വാർത്ത കണ്ടത്, ന്യൂസ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ്. കേന്ദ്രമന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം കൊടുത്തു പോലും കേന്ദ്രമന്ത്രിമാർക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്വാധീനമില്ലെങ്കിൽ മന്ത്രിയായിരിക്കുന്നതിൽ കാര്യമില്ല. ഞെട്ടിപ്പോയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മെലോണിക്ക് മെലഡി കൊടുത്താൽ രാജ്യത്തെ എല്ലാ ചെറുപ്പക്കാരും പ്രധാനമന്ത്രി ക്യൂട്ടിയും പ്രധാനമന്ത്രി പൂക്കിയുമാണ് എന്ന് സ്റ്റാറ്റസ് ഇടുമെന്നാണ് പ്രതീക്ഷിച്ചത്. ആ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികൾ ഏതെല്ലാം നിലയിൽ രാഷ്ട്രീയമായി തുറന്നു കാണിക്കാൻ കഴിയുമോ ആ നിലയിലെല്ലാം തുറന്നു കാണിക്കുക. എന്താ ഇവർ ഈ സമരത്തെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഭാഗം അവസാനിപ്പിക്കുക. എന്താ ഇവർ സമരത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്? ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു തീവ്രവാദി ലൈൻ പിടിച്ചു. അത് കഴിഞ്ഞ് ഇവർ പിടിച്ചത് ഇവർ അരാഷ്ട്രീയവാദികളാണ്. ഇല്ലേ? ഓർമ്മയില്ലേ? എന്തിനാണ് ഇടതുപക്ഷം, ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി ചോദിച്ചത്, എന്തിനാണ് ഇടതുപക്ഷം ഇങ്ങനെ അരാഷ്ട്രീയവാദികളുടെ പുറകെ പോകുന്നത്? അരാഷ്ട്രീയവാദികളായി ഈ കൂട്ടത്തിന് പുറകെ ഇടതുപക്ഷം പോയാൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താവും? അപ്പോൾ ആരായി തീവ്രവാദി, ആരായി അരാഷ്ട്രീയവാദിയായി? ഇന്നത്തെ ചർച്ച എന്താ? ഇവർക്ക് രാഷ്ട്രീയമുണ്ടെന്നാണ് പറയുന്നത്.
നോക്കൂ എങ്ങനെയാണ് ഓരോ ദിവസം കഴിയുന്തോറും ഈ സമരത്തിൻ്റെ ചൂടിൽ ഇവരെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പോലും അറിയാതെ അടിപൊളി പോകുന്ന BJP ക്യാമ്പിൽ നമ്മൾ തുറന്നു കാണിപ്പെടുന്നത്. അപ്പോൾ തീവ്രവാദി അരാഷ്ട്രീയവാദിയായി, അരാഷ്ട്രീയവാദി ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്ന ആളായി മാറി. ഇവരെങ്ങനെയാണ് സമരങ്ങൾ നേരിട്ട് നമുക്ക് ഓർത്തെടുക്കാമല്ലോ. 370 വകുപ്പ് ഭേദഗതിയെതിരായി ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമരം നടന്നപ്പോൾ ഇവർ പറഞ്ഞ എന്താ, ഇത് ടുക്കഡേ ഗ്യാങ്ങിൻ്റെ സമരമാണെന്നാണ്. CAക്കെതിരെ രാജ്യത്തെ വിദ്യാർത്ഥികൾ സമരം നടത്തിയപ്പോൾ പൊതുസമൂഹം സമരം നടത്തി പറഞ്ഞെന്താ, ഇത് ജിഹാദികളുടെ സമരമാണെന്നാണ്. കർഷക സമരത്തിന് സമരം നടത്തിയപ്പോൾ പറഞ്ഞെന്താ, ഇത് ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ സമരമാണെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് മൂന്നും ഒരുമിച്ച് കേട്ടൊരു സമരം ഈ സമരമാണ്. ടുക്കഡേ ഗ്യാങ് എന്ന വിളി കേട്ടു, പിന്നെ നമ്മുടെ ജിഹാദികൾ എന്ന വിളി കേട്ടു, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ. എന്നിട്ടോ അമേരിക്കൻ ചാരസംഘടനയായ CAയും അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് ഇവരെ സ്ഥിരമായി സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന PR ഏജൻസിയുടെ നേതാവിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാപ്സൂൾ നടക്കാൻ അമേരിക്ക ഡൊണാൾഡ് ട്രംപിൻ്റെ വിധേയനായ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഡൊണാൾഡ് ട്രംപ് നേതൃത്വം കൊടുത്ത അട്ടിമറി ഇന്ത്യയിൽ നടക്കുമെന്ന് BJP പ്രചരിപ്പിക്കണമെങ്കിൽ എത്രയോ ദയനീയമായി പോയിരിക്കുന്നു അവർ രാഷ്ട്രീയ. ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ഗോകുൽ ഗോപിനാഥിനടക്കം ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയാം. പക്ഷേ ഏതായാലും ഗോകുൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ചർച്ചയുടെ അവസാനിപ്പിക്കുകയാണ്. സമയപരിമിതി ഉണ്ട്. 9 മണിക്ക് അടുത്ത വാർത്ത പോകേണ്ടതുണ്ട്. അതായത് നേരത്തെ ഗോകുൽ ഗോപിനാഥ് ചോദിച്ചൊരു വിഷയമുണ്ട്, എന്തിനാണ് 370 അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്? ഒരു വിഷയം ഉണ്ടാകുമ്പോഴാണ്, ഒരു വിഷയം ഉണ്ടാകുമ്പോഴാണ് മറ്റു പല വിഷയങ്ങളിലും ഈ ഭരണകൂടം കാണിക്കുന്ന നെറുകേടാണല്ലോ എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ഓർമ്മയിലേക്ക് വരികയും അത് സമരമായി മാറുകയും ചെയ്തു. ഏതായാലും നേരത്തെ ജയചന്ദ്ര സാർ ചൂണ്ടിക്കാണിച്ച ട്യൂണീഷ്യൻ വിപ്ലവം, മുല്ലപ്പൂ വിപ്ലവം പോലെ ഒരെണ്ണം ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജൻസികൾ ഇവിടെ ഉണ്ടെന്ന് കൂടി ബോധ്യപ്പെടണം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ ശിവപ്രസാദ്, ഗോകുൽ ഗോപിനാഥ്, M ജയചന്ദ്രൻ. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ സമാപിക്കുകയാണ്.